ഭാഗവതം പറയണത് ഈ കഥ കേൾക്കുന്നവർക്ക് ഉള്ളില് ഇത്രയും കാലത്തെ കർമ്മഫലം കൊണ്ട് വേണ്ടാത്ത രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ തോന്നിയിട്ടുള്ളൂ വെച്ചാൽ ആ പാപഭാരമൊക്കെ പോയി നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ്. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഈ ശ്രീമദ് ഭാഗവത സത്രവേദിയില് ഭാഗവത ഗ്രന്ഥത്തിലെ ദക്ഷയാഗം എന്ന പേരിലുള്ള കഥാഭാഗം അടുത്ത കുറച്ചു നേരം അനുസ്മരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഭാഗവത ഗ്രന്ഥം തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് നമ്മുടെ പൂർവികരായി ജീവിതാനുഭവങ്ങളിലൂടെയും മറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് പകർന്നു തരുന്നത് നന്നായി ജീവിക്കാനുള്ള കുറച്ച് ആശയങ്ങളാണ് എന്നാണ്. അത് കഥകളുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുകയും ചെയ്യും. ശ്രീമദ് ഭാഗവത ഗ്രന്ഥം സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടത്. അതിലുള്ളിലുള്ളത് എന്താന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണ്. ജീവിതത്തെ പറ്റിയിട്ട് പണ്ടുള്ളവര് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ കഥകളുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചു തരും. ഇത്രയേ ഉള്ളൂ. അതിൽ ഓരോ ശ്ലോകങ്ങൾ കൂടി അധ്യായമാവണതും അധ്യായങ്ങൾ ഓരോരോ പ്രകരണങ്ങളായി മാറണത്, സ്കന്ധങ്ങളായി മാറണത്, എല്ലാത്തിലും കൂടെ എന്താ ഉള്ളത് ചോദിച്ചാൽ ജീവിക്കാൻ സഹായമാവുന്ന കുറച്ച് ആശയങ്ങൾ. അത്രയേ ഉള്ളൂ. എന്താണ് ഭാഗവതം കാണിച്ചു തരുന്ന ഒരു ജീവിത രീതി എന്ന് ചോദിച്ചാൽ അതും തുടക്കത്തിൽ തന്നെ വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ മുറുക്കെ പിടിച്ചിട്ടുള്ള ജീവിതമാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കി അതിലുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. ഒരു സ്വപ്ന ലോകത്താണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ഉണരുക. ഇത്രയേ നമ്മളോട് പറയുന്നുള്ളൂ. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ സന്തോഷം, സമാധാനം, സ്നേഹം ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞു നിൽക്കും എന്നുകൂടെ പറയുന്നു. സന്തോഷവും സമാധാനവും ഒക്കെ ദീർഘകാലം നിലനിൽക്കുന്നത് യാഥാർത്ഥ്യം അറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ ഈ പറയുന്ന കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ നമ്മുടേതാകുന്ന കുറേ സങ്കല്പങ്ങളിലും സ്വപ്നങ്ങളിലും ജീവിച്ച് കുറേ കഷ്ടപ്പെടുകയാണ് സാധാരണ ചെയ്യണത്. ഏറ്റവും എളുപ്പത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകളിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിലും ഈ പ്രകൃതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളെ പറ്റിയിട്ടാണെങ്കിലും അടുത്ത നിമിഷം എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. എന്നിട്ടും നമ്മൾ എത്രയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയോ നമ്മൾ സ്വപ്നങ്ങളുടെ വല നെയ്ത് കൂട്ടുന്നുണ്ട്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒന്ന് മാറിപ്പോകുമ്പോൾ കരയണു. മാറുമോ എന്ന് ആലോചിച്ചിട്ട് പേടിക്കണു. എന്തെങ്കിലുമൊക്കെ മാറിപ്പോകുമ്പോൾ ആരൊക്കെയോ കാരണമാണെന്ന് തോന്നിയിട്ട് അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു, അവരോടൊക്കെ വാശി കാണിക്കുന്നു, വൈരം വെച്ച് പുലർത്തുന്നു. സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവണ ജീവിതത്തിന്റെ ചില നിയമങ്ങളുണ്ട്. എത്രയൊക്കെ അറിയാം എന്ന് പറഞ്ഞാലും അത് മറന്നും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ പഠിക്കണതൊന്നുമല്ല. ആരും എന്നും കൂടെ ഉണ്ടാവില്ല. അറിയാത്ത കാര്യമാണോ? അല്ല, നല്ലോണം അറിയാം. നമ്മളും കുറച്ചു കാലം മാത്രമേ ജീവിക്കാൻ പോണുള്ളൂ. അറിയണ കാര്യമല്ലേ? അറിയാം. ശരീരത്തിന് നാളെ എന്ത് രോഗം വേണമെങ്കിലും വരാം, എങ്ങനെ വേണമെങ്കിലും മാറാം. അറിയില്ലേ? അറിയാം. പ്രതീക്ഷിച്ചതെല്ലാം ജീവിതത്തിൽ നടന്നോളണമെന്നില്ല. അറിയില്ലേ? അറിയാം. ഇതൊക്കെ അറിയാച്ചാൽ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ മനസ്സ് പോകുന്നത് വേറെ ഏതോ വഴിക്കാണ്. ആരെങ്കിലും യാഥാർത്ഥ്യം പറയണത് കേട്ടാൽ ചിലപ്പോൾ പേടിയാ. ഇതുപോലുള്ള സത്രവേദികളിൽ ആചാര്യന്മാർ വന്നിങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഭാഗവതമൊക്കെ എടുത്ത് പ്രഭാഷണം ചെയ്യുമ്പോൾ കുറേ തവണ പറയും, എന്നായാലും ഒരു ദിവസം പോവാനുള്ളതാണ്, എന്നായാലും ഒരു ദിവസം പോവാനുള്ളതാണ്. ഭാഗവതം കേൾക്കാൻ വരുന്നതിൽ ഭൂരിഭാഗം പേരും വന്നിരിക്കണത് ഈ എന്നായാലും ഒരു ദിവസം പോവാനുള്ളത് ഞങ്ങൾക്ക് കുറച്ചു കൊല്ലം നീട്ടിത്തരാൻ പറ്റുമോ ഭഗവാനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നായാലും പോവേണ്ടി വരും, എന്നായാലും പോവേണ്ടി വരും. ഇപ്പൊ നമുക്ക് ശരിക്കും യാഥാർത്ഥ്യം കേൾക്കാൻ ഇഷ്ടമല്ല. എല്ലാം വിചാരിച്ചതുപോലെ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ? ഭഗവാനെ, ഞാൻ ഇത്രയും നേരം ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം ഒന്ന് നടത്തി തരണം കേട്ടോ. ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ കുറേ തവണ അങ്ങനെ പറയും, മരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് എല്ലാവർക്കും, മരിക്കുമ്പോൾ എല്ലാവരും വല്ലാണ്ട് കഷ്ടപ്പെടും, ആ ഭയം ഒഴിവാവണ്ടേ, ആ ഭയം ഒഴിവാവണ്ടേ എന്നൊക്കെ ചോദിക്കും. 10-25 വയസ്സുള്ളവരൊക്കെ ഭാഗവതം കേൾക്കാൻ വരുമ്പോഴേ അവർ വിചാരിക്കും ഞങ്ങളിപ്പോൾ ഇത് എന്തിനാ കേൾക്കണത്. 10-75 ആയവർക്ക് വരെ ഇത് എന്തിനാ കേൾക്കണമെന്ന് മനസ്സിലാവണില്ല. അപ്പൊ നമുക്ക് യാഥാർത്ഥ്യം പറയണത് കേട്ടാൽ ഒട്ടും പിടിക്കില്ല. നമുക്ക് വേറെന്തൊക്കെയോ കേൾക്കണം എന്ന് തോന്നുക പലപ്പോഴും. അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യം മറന്ന് ജീവിക്കാൻ സഹായമാവണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒരു സിനിമ കാണുമ്പോൾ ബന്ധുക്കൾ മരിച്ച് വിഷമിക്കുന്ന ഒരാളുടെ സീൻ കണ്ട അപ്പം മാറ്റും. എന്താ കാരണം? അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താവുമോ എന്നൊക്കെ അങ്ങോട്ട് ആലോചിക്കുമ്പോഴേക്കും എനിക്കത് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റും. യാഥാർത്ഥ്യത്തെ പേടിയാ പലപ്പോഴും. പക്ഷെ ഭാഗവതം പറയണത് എന്താണെന്നറിയോ? യാഥാർത്ഥ്യത്തെ നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തെ ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിലേ എന്നും സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാത്തവന് ജീവിതത്തിൽ എപ്പോഴും പേടിയും വിഷമവും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും പിന്നാലെ വന്നുകൊണ്ടിരിക്കും. എല്ലാ കഥകളിലൂടെയും ഭാഗവതം പറഞ്ഞു തരുന്നത് ഇത് മാത്രമാണ്. അത് പറയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് 2-3 കാര്യങ്ങളൊക്കെ ആക്കി സൂചിപ്പിച്ചു തരണമെന്ന് മാത്രം. എല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളാവും ഭക്തി, ജ്ഞാനം, വിരക്തി എന്നൊക്കെ പറയണത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാന്നാണ്. നിലനിൽക്കണത് ഏതാ, നിലനിൽക്കാത്തത് ഏതാന്നൊക്കെ തിരിച്ചറിയാം. വിരക്തി എന്ന് പറഞ്ഞാലോ നിലനിൽക്കാത്ത സാധനങ്ങളിലുള്ള പിടിവാശികളൊക്കെ കുറയ്ക്കാം. ഭക്തി എന്ന് പറഞ്ഞാലോ നിലനിൽക്കണത് എന്താണോ അതിനെ നല്ലോണം എപ്പോഴും ഓർമ്മയുണ്ടാവുക. എല്ലാ കഥകളിലും ഭാഗവതം പറയണത് ഇതാണ്. ജീവിതത്തിൽ ചിലത് നിലനിൽക്കണതല്ല, അതുകൊണ്ട് അതിനോട് തോന്നുന്ന അമിതമായിട്ടുള്ള ആവേശം കുറയ്ക്കൂ. നിലനിൽക്കണത് നമ്മുടെ ഒരു യഥാർത്ഥ സ്വരൂപം മാത്രമാണ്, ഈശ്വരനോട് ചേർന്നുള്ള നമ്മുടെ ഒരു അഡ്രസ്സ് മാത്രമാണ്, അതുകൊണ്ട് അതിനെ എപ്പോഴും ഓർക്കൂ. പല അനുഭവങ്ങളിലൂടെയും ഇത് നല്ലോണം വേർതിരിച്ച് മനസ്സിലാക്കൂ. ഇത് മാത്രമാണ് ഭാഗവത എല്ലാ കഥകളിലും പറഞ്ഞു തരുന്നത്. കുറേ കഥകൾ കേട്ടു വന്നു. തൊട്ടു മുമ്പ് കേട്ടത് ദേവഹൂതി എന്ന അമ്മയ്ക്ക് മകനായി വന്ന കപില ഭഗവാൻ കൊടുത്ത ഉപദേശ. കപില ഭഗവാൻ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞു, മനസ്സ് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്, കുറെയൊക്കെ അറിയാന്നുണ്ടെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റണില്ല. ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, അമ്മ ആ മനസ്സിന് കുറച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്ത് യാഥാർത്ഥ്യത്തോട് മനസ്സിനെ ചേർത്താൽ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ആ യാഥാർത്ഥ്യത്തോട് മനസ്സിനെ ചേർത്ത് വെക്കാൻ പല വഴികളുണ്ട്. വേണച്ചാൽ ധ്യാനിച്ചിരുന്നിട്ടാവാം, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ജീവിതാനുഭവങ്ങളൊക്കെ നോക്കി ആ രീതിയിൽ ബുദ്ധിയെ വികസിപ്പിച്ചിട്ടാവാം. അതുമല്ലാച്ചാൽ കുറെ നന്നായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളും അവരെ പോലെ ശാന്തിയും ക്ഷമയും ദയവും ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് മാറും എന്ന് പറഞ്ഞു കൊടുത്തു. ഉദ്ദേശം എന്തായാലും യാഥാർത്ഥ്യം അറിഞ്ഞ് മനസ്സടങ്ങുക എന്നുള്ളത് മാത്രമാണ്.
ഇനി നമുക്ക് കാണാനുള്ളതും അത്തരത്തിലുള്ള ഒരു കഥാഭാഗമാണ്. ജീവിത യാഥാർത്ഥ്യം മറന്നുപോയപ്പോ ജീവിതം തന്നെ നശിച്ചുപോയ ഒരു ദക്ഷൻ എന്ന് പറയുന്ന ആളുടെ കഥ. നമ്മള് ഈ ഒരു കഥയിൽ പ്രത്യേകം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്തി ഉണ്ടാവുക എന്ന് പറയണതും ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്ന് പറയണതും നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടാവുക എന്ന് പറയണതും എല്ലാം ഒരുമിച്ച് വരേണ്ട ഒരു കാര്യമാണ്. ഭക്തിയുള്ള ഒരാൾക്ക് ജീവിത യാഥാർത്ഥ്യം മറന്നു പോവുക എന്ന് പറയുന്നത് ശരിയാവില്ല. ഭക്തിയുള്ള ഒരാൾക്ക് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഭക്തിയുള്ള ഒരാൾക്ക് ജീവിതത്തില് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റണില്ല, ഉള്ളിൽ പലതരം വാശികളും അസ്വസ്ഥതകളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് നല്ല പോലെ കാണിച്ചു തരുന്ന ഒരു കഥയാണ് ദക്ഷയാഗം. കുറേ അമ്പലങ്ങളിലൊക്കെ തൊഴുത പരിചയോ, ഈശ്വരന്റെ കുറേ കഥകള് കാണാണ്ട് പഠിച്ചു വെച്ചിട്ടുള്ള പരിചയോ, കുറെ പൂജകളും വഴിപാടുകളൊക്കെ നടത്തുന്നതിന്റെ പുണ്യം എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതോ, ഉപനിഷത്തുകളും മറ്റുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ചില ചില സംഭവങ്ങൾ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ചില വ്യക്തികളോട് ഉള്ളിൽ ഇപ്പോഴും എന്തൊക്കെയോ അസൂയയോ വാശിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ അറിവും ഈശ്വരനോടുള്ള അടുപ്പമൊന്നും വേണ്ട പോലെ ആയിട്ടില്ല എന്ന് തിരിച്ചറിയണം എന്ന് കാണിച്ചു തരുന്ന ഒരു കഥയും കൂടിയാണ്. രണ്ടുപേരെ ഈ കഥാഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് ദക്ഷൻ എന്ന് പറയുന്ന ആളാണ്. രണ്ടാമത്തത് നമുക്കൊക്കെ നല്ലോണം അറിയുന്ന സാക്ഷാൽ മഹാദേവനാണ്. ജീവിതത്തെ പറ്റി കുറേ അറിവുണ്ട് എന്ന് കരുതുന്ന ദക്ഷന്റെ സ്വഭാവം എന്താന്നുള്ളതും ശരിക്കും അറിവുള്ള മഹാദേവന്റെ പെരുമാറ്റം എങ്ങനെയാന്നുള്ളതും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് കാണാൻ പറ്റും ഈ ഒരു കഥയിൽ നോക്കുമ്പോൾ. ബ്രഹ്മാവിന്റെ മകൻ എന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ദക്ഷന് കുറെ പെൺകുട്ടികളാണ് മക്കളായിട്ടുണ്ടായിരുന്നത്. പ്രസൂതി എന്ന ഭാര്യയില് കുറേ പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു, ഒരു കുട്ടിയെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള കണക്കുകളൊക്കെ പറയും. കഥ മെയിനായിട്ട് പോകുന്നത് ഇളയ മകളായ സതീദേവിയെ സാക്ഷാൽ മഹാദേവനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ്. കഥ പറയുന്ന മൈത്രേയ മഹർഷി കഥ കേൾക്കുന്ന വിതുരന്റെ അടുത്ത് ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ സതിയെ പറ്റി പറഞ്ഞത് സതിക്ക് മഹാദേവനിൽ നിന്ന് ഒരു മകനോ മകളോ ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് സതി ആത്മഹത്യ ചെയ്തു എന്നാണ്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സതിയുടെ അച്ഛനായ ദക്ഷന് സതിയുടെ തന്നെ ഭർത്താവായ മഹാദേവനോട് തോന്നിയിട്ടുള്ള വൈരമാണ് എന്നും പറഞ്ഞു. ഇത് കേട്ടു വിതുരൻ. വിതുരനൊരു സംശയം, ദക്ഷൻ നല്ല അച്ഛനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, മക്കളോടൊക്കെ അത്രയും വാത്സല്യമുള്ള ആളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നത് വരെയൊക്കെ സ്വന്തം വാശി കൊണ്ടെത്തിക്കുവോ അങ്ങനെയുള്ള ഒരു അച്ഛൻ? അതൊന്ന് എനിക്ക് വിശദമായി കേൾക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ദക്ഷന് ദേഷ്യം തോന്നിയത് മഹാദേവനോടാണ്. വിതുരൻ അറിയുന്ന മഹാദേവൻ ലോകത്തെ എല്ലാവർക്കും നന്മയുണ്ടാവണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്ക് പോലും നന്മയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് എങ്ങനെയാ ദേഷ്യം തോന്നുക? അപ്പൊ മഹാദേവനോട് ഒരാൾക്ക് ദേഷ്യം തോന്നി എന്ന് പറയുന്നതിലും എന്തോ കുഴപ്പമുണ്ട് എന്ന് വിതുരൻ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ആ കഥയൊന്ന് വിസ്തരിക്കാൻ പറയണത്. മൈത്രേയ മഹർഷി അതിൻ്റെ ഒരു പീഠികയിലേക്ക് ആദ്യം കടക്കുകയും ചെയ്യും. പണ്ട് ഈ ലോകത്ത് പലതരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് കിട്ടിയിട്ടുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സത്രം നടത്തി എന്ന് പറയുന്നു. ഇതുപോലെ കഥ പറയണ സത്രമൊന്നുമല്ല, കുറെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന എല്ലാവരും കൂടിയുള്ള ഒരു പരിപാടി. അതിൽ വലിയൊരു സ്ഥാനം ദക്ഷനുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച്
എല്ലാവർക്കും ഇത്തരം വ്യത്യസ്ത റോളുകൾ തന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായ ഈശ്വരനെ ഓർക്കാൻ വേണ്ടി ഒത്തുകൂടിയതാണ്. ദക്ഷനെ പോലെയുള്ള ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയവരാവുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതൊരു ഈശ്വരന്റെ നിശ്ചയപ്രകാരമാണോ, ഏതൊരു ഈശ്വരന്റെ സേവ എന്ന വണ്ണാണോ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, ആ ഈശ്വരനെ ഓർക്കാൻ വേണ്ടി പരസ്പരമുള്ള വലുപ്പ ചെറുപ്പങ്ങളൊക്കെ മറന്ന് നമുക്കൊക്കെ ഓരോ കഴിവുകളാണ്, നമ്മളൊക്കെ ഓരോ റോള് ഭംഗിയായിട്ട് ചെയ്യേണ്ടവരാണ് എന്ന് ഓർക്കാൻ വേണ്ടി ഒത്തുകൂടിയതാണ് ആ ഒരു സത്രവേദിയിൽ. പക്ഷേ ചില സംഭവങ്ങൾ അതിനെ ആകെ തെറ്റിച്ചു. നമ്മളും പറയാറുള്ളതാണ്, എല്ലാവർക്കും ഓരോ കഴിവുണ്ട്, എല്ലാവർക്കും അവരവരുടേതാകുന്ന കഴിവുണ്ട്, ആരും ആരെക്കാളും ചെറുതല്ല വലുതല്ല എന്നൊക്കെ. പക്ഷെ ഇത് നമ്മൾ പറയാറുണ്ടെങ്കിലും ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയവരാണെന്ന് തോന്നുന്നു, വേറെ ചിലരെ കണ്ടാൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരാണെന്നും നമുക്ക് തോന്നാറുണ്ട്. ചിലരെ കാണുമ്പോൾ നമ്മൾ വന്ദിക്കണില്ലേ, എഴുന്നേറ്റ് നിൽക്കണില്ലേ, ബഹുമാനിക്കണില്ലേ? ആരും ആരെക്കാളും ചെറുതല്ല എന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ബഹുമാനിക്കുന്നവർക്ക് അതേപോലെ ബഹുമാനം സ്വീകരിക്കുന്നവർക്ക് രണ്ടു കൂട്ടർക്കും ഉള്ളിൽ ഒരു തരത്തിലും ഞാൻ ചെറുതാണെന്ന തോന്നലോ ഞാൻ വലുതാണെന്ന തോന്നലോ ഉണ്ടാവാൻ പാടില്ല. ഈശ്വരൻ നമ്മളിലൊക്കെ ഓരോ കഴിവായിരിക്കണു, നമ്മളൊക്കെ പരസ്പരം അതിനെ ബഹുമാനിക്കണു എന്നുള്ള ഭാവേ വരാൻ പാടുള്ളൂ. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന വേദിയിൽ ദക്ഷൻ വന്നപ്പോ ദക്ഷന്റെ കഴിവ് ആലോചിച്ച് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു കുറെ പേര്. എന്താ ദക്ഷന്റെ കഴിവ്? ഭാഗവതം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനറിയും, നല്ല നൈപുണ്യുണ്ട് എന്ന്. എന്ത് ഉത്തരവാദിത്വം കൊടുത്താലും. അപ്പൊ ആ ഒരു ബഹുമാനം വെച്ചിട്ടാണ് കുറെ പേര് എഴുന്നേറ്റ് നിന്നത്. ദക്ഷന് സംഭവിച്ചത് എന്താച്ചാൽ, എഴുന്നേറ്റ് നിന്ന ആൾക്കാർക്ക് അപ്പുറം എഴുന്നേൽക്കാത്തവരുണ്ടോ എന്ന് ദക്ഷൻ നോക്കി രണ്ടുപേരെ കണ്ടുമുട്ടി എന്ന് പറയും. എന്തോ ഒരു പുരാണ കഥയിൽ കാണിച്ചു തരുന്ന രംഗാണെങ്കിലും നമുക്കൊക്കെ എത്ര പരിചയമുണ്ട് എന്നറിയോ ഈ ഒരു രംഗം? ഇപ്പൊ ഞങ്ങൾ ഈ പ്രഭാഷണം ചെയ്യാൻ പോണ ആൾക്കാർക്ക് വലിയൊരു കുഴപ്പമുണ്ട്. പ്രഭാഷണമൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ വന്നിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു തോന്നല് പ്രചോദനം തരികയാണ് എന്നാണ്. കുറച്ച് വേദികളിലൊക്കെ പ്രഭാഷണം ചെയ്തിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ചിലർ വന്ന് നന്നായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈ പ്രചോദനാണെന്നൊന്നും തോന്നില്ല. പകരം എന്താ വെച്ചാൽ ഞങ്ങൾ അവർക്ക് പ്രചോദനമായി എന്നൊക്കെ തോന്നും. അപ്പൊ എന്താ വെച്ചാൽ എന്റെ പ്രഭാഷണം അത്ര മോശമല്ല എന്നൊക്കെ അങ്ങനെ തോന്നിത്തുടങ്ങും. ഒരു 10 പേര് വന്നിട്ട് ഇത് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രഭാഷണം മോശമല്ല, നല്ലതാണ് എന്നുള്ളത്. 11ാമത്തെ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നന്നായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവണ ഭാഷയിലൊക്കെ പറയായിരുന്നു, ചില കാര്യങ്ങളൊക്കെ ചേരാത്തതുപോലെ തോന്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ചിരി ചിരിക്കും. എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുഖം തിരിച്ചിട്ട് ഉള്ളിൽ അങ്ങനെ പറയും, ഇത്രയും പേർക്ക് നന്നായി എന്ന് തോന്നി എൻ്റെ പ്രഭാഷണത്തിൽ കുറ്റം പറയാൻ ഇവൻ ആരാ? ഒരിക്കലും നമ്മുടെ ഉള്ളിൽ തോന്നില്ല 10 പേര് കുറ്റം പറയാതെ നല്ലത് തോന്നിക്കോട്ടെ വെച്ചിട്ട് നല്ലത് പറഞ്ഞതായിരിക്കും ഇയാളായിരിക്കും ചിലപ്പോൾ സത്യം പറയണത്. കാരണം എന്താ വെച്ചാൽ ശീലമായി പോയി 10 പേര് പറയണത് കേട്ടിട്ട്. അറിയാണ്ട് നമ്മുടെ ഉള്ളില് എൻ്റെ കഴിവ്, ഞാൻ എന്ന ഭാവം എന്നുള്ളത് മെല്ലെ ഇങ്ങനെ പൊന്തി വരും. ഇതെല്ലാവർക്കും ഉള്ളതാ. ഈ അമ്മമാർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കണതിനെ പറ്റിയിട്ടാണ്. ഒരാൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം 4-5 പേരങ്ങോട്ട് പറയുകയാണ് അത്ര ടേസ്റ്റാണ് എന്നുള്ളത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും പറയും ആ വിഭവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ മാസ്റ്റർ പീസാണ്. എന്നിട്ട് ഈ മാസ്റ്റർ പീസ് കഴിച്ചിട്ട് ഒരാൾ പറയുകയാണ് ഒട്ടും നന്നായിട്ടില്ല എന്നുള്ളത്. ഈ അമ്മയ്ക്ക് എന്താ തോന്നുകയെന്നറിയോ? ഇത്രയും പേര് നല്ലത് എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ട് സ്വാദില്ല എന്ന് പറയാൻ ഇവൻ ആരാ അല്ലെങ്കിൽ ഇവളാരാ?
ശീലമാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കണതേ. അറിയാണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോവും. ദക്ഷനും അത്രേ സംഭവിച്ചുള്ളൂ. എല്ലാവരും വന്ദിക്കണ താൻ വന്ദിക്കപ്പെടേണ്ടവനാണ് എന്ന് തോന്നി തന്നെ വന്ദിക്കാത്ത രണ്ടുപേരെ കണ്ടപ്പോ, നമ്മൾ മലയാളികൾ പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ, കണ്ണിൽ പിടിച്ചില്ല എന്നുള്ളത്. പിടിച്ചില്ല. ആ രണ്ടുപേരെ ആരാ ചോദിച്ചാൽ, ഒന്ന് ബ്രഹ്മാവാണ്, രണ്ടാമത്തത് മഹാദേവനാണ്. ദക്ഷന്റെ അച്ഛനാണ് ബ്രഹ്മാവ്, അതുകൊണ്ട് മൈൻഡ് ചെയ്യാണ്ട് വിട്ടു തൽക്കാലത്തേക്ക് എന്നാണ് ആചാര്യന്മാര് പറയുക. പക്ഷെ മഹാദേവനെ അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വിടാൻ പറ്റില്ല. കാരണം തൻ്റെ മകളെ വിവാഹം കഴിച്ച ആളും കൂടിയാണ്. പണ്ടേ ഉണ്ട് അത്രേ. എന്ത് എന്ത് ഈ ഫാദർ ഇൻ ലോ സൺ ഇൻ ലോ പ്രോബ്ലം പണ്ടേ ഉണ്ട്. പേടിക്കണ്ട. മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ പ്രോബ്ലം ഉണ്ട്. ധാരാളം കഥകളിൽ കാണിച്ചു തരുന്നുണ്ട്. എവിടെയോ ഒരു തോന്നലാണേ കുറച്ച് ബഹുമാനക്കുറവുണ്ടോ എന്നുള്ളത്. ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തീരുമാനമാക്കണത് വരെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. ദക്ഷൻ കടിച്ചു പിടിച്ചിരുന്നു. അവസരം കിട്ടിയപ്പോ പുറത്തേക്ക് ഇട്ടു. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണേ, അന്ന് എന്തോ സമ്മേളനമൊക്കെ നടന്നപ്പോ ദക്ഷന് മൈക്ക് കൊടുത്തു. അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അന്ന് മൈക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ഒരു രംഗം ഒരു ഭാവനയ്ക്ക് എടുക്കാൻ വേണ്ടി പറയുകയാണ്. മൈക്ക് കിട്ടിയാൽ ചിലർ നിർത്തില്ല. കാരണം പറയാനുള്ളതൊക്കെ പറയാനുള്ള ഒരു അവസരമാണെന്ന് തോന്നും. കേൾക്കണവരുണ്ടോ എന്നുള്ളത് പോലും വിഷയമല്ല. ദക്ഷൻ അങ്ങോട്ട് തുടങ്ങി. പരിപാടിയൊക്കെ ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ചിലരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മൊത്തത്തിൽ ഇവിടെ എല്ലാവരുടെയും കൂടെ കൂടാനൊന്നും വയ്യാത്രേ. മൊത്തത്തിൽ ഇവിടെ എല്ലാവരും ചെയ്യണത് എന്താണോ അത് അനുസരിക്കാനൊക്കെ കുറച്ച് മടിയുണ്ട് അത്രേ. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഞാൻ ആരോടോ ഉള്ള വാശി കണ്ടോ അതോ കാര്യങ്ങൾ ചിലക്ക് മനസ്സിലാക്കാണ്ടോ പറയണതാണ് എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ പറയില്ലേ, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ, ഒന്ന് കേട്ടാ അറിയാം. പിന്നെ ആരാന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ദക്ഷൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങി. കണ്ടാലേ ശരിയല്ല തോന്നും. മഹാദേവനെ പറ്റിയിട്ടേ ഊഹിക്കാലോ. ആ വേഷങ്ങളാണ് പ്രശ്നമായിട്ട് പറയണത്. താമസിക്കുന്ന സ്ഥലത്തെ പറ്റി പറയേണ്ടത് ശ്മശാനാണ്. ആരെങ്കിലും പോയി താമസിക്കുമോ അവിടെയും ചോദിക്കും. പറയണ ചില വാക്കുകളൊക്കെ മർക്കടലോചനൻ എന്നൊക്കെയാണ് മഹാദേവനെ വിളിക്കണത്. എന്നാൽ മാൻപേടയെ പോലെ കണ്ണുള്ളവള് എൻ്റെ മകള് സതീദേവി. അന്ന് എങ്ങനെയോ മാച്ച് തോന്നിയിട്ട് കൊടുത്തു പോയതാ എന്നും പറയുന്നുണ്ട്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നിട്ടും എൻ്റെ അച്ഛൻ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അലയൻസ് തീരുമാനമാക്കിയത് എന്ന് കൂടിയും പറയുന്നുണ്ട്. ഇപ്പൊ കൊടുക്കേണ്ടിയായിരുന്നില്ല എന്ന് തോന്നണു പറയണു മകളെ വിവാഹം കഴിച്ചു കൊടുത്തതിനെ പറ്റി. പറഞ്ഞങ്ങോട്ട് കയറിയിട്ട് ദക്ഷൻ പറയണത് എന്താന്ന് വെച്ചാൽ, നമ്മളെ പോലെ ഒന്നും അല്ല ഇയാള് ജീവിക്കണത്. മൊത്തത്തിൽ ഇയാളുടെ ജീവിത രീതി പ്രശ്നമാണ്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇയാളുടെ കൂടെ ഉള്ളവര് മുഴുവൻ എന്തോ കുഴപ്പമുള്ളവരാണ്. അതിലേറ്റവും കൂടുതൽ കുഴപ്പമുള്ളത് ഇയാൾക്കാണെന്നും തോന്നും. നമ്മളൊക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്ന രാത്രിയിൽ ഇയാളുണ്ട് എഴുന്നേറ്റ് നൃത്തമൊക്കെ ചെയ്യണു. അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ട് എന്നും പറഞ്ഞു. എങ്ങനെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ അതിനെയൊക്കെ. ദക്ഷൻ അറിഞ്ഞിട്ടുള്ള നല്ലതെന്താ, ദക്ഷൻ അംഗീകരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്താ, ദക്ഷൻ അറിയുന്ന സ്വഭാവങ്ങൾ എന്താ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ മഹാദേവൻ കൊള്ളരുതാത്തവന്. ഇതങ്ങോട്ട് പറഞ്ഞ് സമർത്ഥിച്ചു. അരിശം തീരണില്ല. എന്താന്നല്ലേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും മൂപ്പരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്രഷൻ പോലും കാണാനില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ അയാൾ കേൾക്കാൻ വേണ്ടിയുള്ള കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുഖത്ത് നോക്കുമ്പോഴും ഒരു കൂസലും കണ്ടില്ല വെച്ചാൽ എന്താ വിചാരിക്കാം? നമുക്ക് പിന്നെയും അങ്ങോട്ട് തരിച്ചു കയറും. ദക്ഷന് വല്ലാണ്ട് തരിച്ചു കയറിയപ്പോൾ ദക്ഷൻ പറഞ്ഞു, ഇനി മേലാൽ ഇത്തരം പരിപാടികളിൽ ഇയാളെ ചീഫ് ഗസ്റ്റ് ഒന്നും ആയിട്ട് വിളിച്ചു കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. ദക്ഷൻ അത് പറയാനുള്ള അധികാരം അന്നുണ്ട്. കാരണം ഏത് പരിപാടിക്കും മുൻപന്തിയിൽ ആരുണ്ടാവും? ദക്ഷൻ ഉണ്ടാവും. ദക്ഷന്റെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ടേ പരിപാടികൾ ഫിക്സ് ചെയ്യുന്നുള്ളൂ. ആ ദക്ഷന് പറയാം, അവൻ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, അതുകൊണ്ട് അവനെ കൂട്ടണ്ട. ഇതും പറഞ്ഞ് ദക്ഷൻ അവിടുന്ന് പോയി.
മഹാദേവൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളെ പോലൊന്നും അല്ലാത്തതുകൊണ്ട് മൂപ്പര് പ്രതികരിക്കാനൊന്നും പോയില്ല. കാരണം എന്താ വെച്ചാൽ ഒരാള് വന്നിട്ട് പബ്ലിക്കായിട്ടാണെങ്കിൽ പോലും എന്നെ പറ്റി എന്തൊക്കെയോ കിടന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആരും മാറാൻ പോണില്ല, ഞാൻ മാറാൻ പോണില്ല. ഇതൊന്നും എൻ്റെ ഉള്ളിൽ ഒരു തരത്തിലും ഏൽക്കാൻ പോണില്ല. നമ്മളിന്ന് അങ്ങനെയല്ല കേട്ടോ. ആരോ എവിടെയോ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് വേറൊരാൾ പറഞ്ഞത് കേട്ടു എന്ന് ഇയാൾ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും പിന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളത് ആലോചിക്കും. മഹാദേവൻ ശാന്തനായിട്ടായിരുന്നത്. പക്ഷെ മഹാദേവന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ചു പേർക്ക് ഇത് അത്ര നല്ലതാന്ന് തോന്നിയില്ല. നന്ദികേശ്വരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ആ നന്ദികേശ്വരനൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു, ദക്ഷൻ വലിയ അഹങ്കാരിയാണ്. ദക്ഷൻ വിചാരിച്ചതെല്ലാം ആണ് ശരിയെന്ന് ദക്ഷൻ ഒരു തോന്നലുണ്ട്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ സത്യത്തിന്റെ പക്ഷത്താണ്, ഞാൻ മനസ്സിലാക്കിയതാണ് ജീവിതം, ഞാൻ എല്ലാം വേണ്ടതുപോലെയാണ് ചെയ്യുന്നത് എന്നൊരു തോന്നല്. അതിൽ നിന്നപ്പുറമുള്ളതൊക്കെ ദക്ഷൻ തെറ്റാന്ന് വിചാരിക്കും. ദക്ഷന്റെ ഇന്നത്തെ കഴിവും ദക്ഷന്റെ ബഹുമാനവും ഒക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, ഒരു മാറ്റവും ഉണ്ടാവാത്തതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ദക്ഷൻ ഇപ്പോഴും ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ല എന്ന് നന്ദികേശ്വരൻ വിളിച്ചു പറയുക. അറിവില്ല അവന്. അറിവില്ലാണ്ട് കിടന്ന് അറിവിന് വേണ്ടി മര്യാദയ്ക്ക് ശ്രമിക്കാതെ അറിവുള്ളവരെ പോലും ധിക്കരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിയ ദക്ഷന് ഈ ശിരസ് നഷ്ടപ്പെടട്ടെ, ഒരാടിന്റെ തല വെക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. നന്ദികേശ്വരൻ നിർത്തിയില്ല. ഇത് പറയണത് കേട്ടിട്ട് അവിടെ നിന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവിടുത്തെ ഋഷിമാരൊക്കെ, പൂജ കഴിക്കാൻ വന്ന ആൾക്കാരൊക്കെ. നന്ദികേശ്വരൻ ചോദിക്കുകയാണ് അവരുടെ അടുത്ത്, നിങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ ദക്ഷൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ മഹാദേവന്റെ മാഹാത്മ്യം. നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ നേരായ മാർഗം സ്വീകരിക്കുകയും വേണം, മറ്റുള്ളവരെ നേർവഴിക്ക് നടത്തുകയും വേണം നമ്മൾ എന്നുള്ളത്. എന്നിട്ട് എന്തേ നിങ്ങൾ ദക്ഷന്റെ അടുത്ത് തിരിച്ചൊരു വാക്കുപോലും പറയാതിരുന്നേ? എന്തേ നിങ്ങൾ ദക്ഷനെ തടയാതിരുന്നത്? നന്ദികേശ്വരൻ പറഞ്ഞു, ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് ഇപ്പൊ സത്യത്തെക്കാൾ ധർമ്മത്തെക്കാൾ ഒക്കെ വലുത് പണവും പ്രശസ്തിയും അംഗീകാരവും മാത്രമാണ്. ഇപ്പൊ നല്ല ഹോൾഡ് ഉള്ള ആളാണ് ദക്ഷൻ. ആ ദക്ഷനെ പിണക്കിയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കില്ല. അതുകൊണ്ട് ദക്ഷൻ തെറ്റ് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ ഒരിക്കലും ശാസിക്കില്ല, എതിർത്ത് പറയില്ല. നിങ്ങൾക്ക് ധർമ്മവും നീതിബോധവും ഒക്കെ പോയിരിക്കുന്നു. അറിവിനെ പ്രശസ്തിക്കും പണത്തിനും അംഗീകാരത്തിനും വേണ്ടി വിൽക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ദക്ഷൻ വിളിച്ചു പറഞ്ഞു. ഭാവിയിൽ നിങ്ങൾ ഇതിനേക്കാൾ അപകടമാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ശാപം കേട്ടാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവര് തിരിച്ച് ഇങ്ങോട്ടും ശപിച്ചു, ഞങ്ങളെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച നിങ്ങള് ശിവഗണങ്ങള്, ലോകത്ത് ഒരു കാലത്തും അംഗീകാരം കിട്ടാത്ത, എന്നും എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരാവട്ടെ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരാവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓർക്കണേ, പരിപാടി തുടങ്ങിയത് തന്നെ പരസ്പരമുള്ള വ്യത്യാസങ്ങളൊക്കെ മറന്ന് നമ്മളൊക്കെ ഓരോ കഴിവുള്ളവര്, ഓരോ ജീവിത നിലവാരം പുലർത്തുന്നവര്, ഓരോ റോള് കിട്ടിയവര്, ഈശ്വരന്റെ കീഴില് നമ്മളൊക്കെ ഒന്ന് എന്ന് തിരിച്ചറിവുണ്ടാവാൻ വന്നതാ. എന്തായി? പരസ്പരമുള്ള വ്യത്യാസങ്ങളും പറഞ്ഞ് കുറ്റം പറച്ചിലുകളായി മൊത്തം അപകടമായി. ഇത്രയൊക്കെ ആയപ്പോ മഹാദേവന് കുറച്ച് വിഷമം തോന്നി. മഹാദേവൻ അവിടെ എഴുന്നേറ്റ് പോയി എന്ന് പറയും. ദിവസങ്ങൾ കഴിഞ്ഞു. എങ്ങനെയായിട്ടും ദക്ഷന്റെ ഉള്ളിൽ അങ്ങോട്ട് തണുക്കണില്ല. ദക്ഷൻ മഹാദേവനെ കൂട്ടാത്ത ഒരു പരിപാടി ഞാൻ തന്നെ നടത്താം എന്ന് കരുതിയിട്ട് ഒന്നിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. വാജപേയം എന്ന് പറയുന്ന ഒരു വലിയ കർമ്മം നടത്തി. ആരെയും വിളിച്ചില്ല കൈലാസത്തിൽ നിന്നും, ആരും ചോദിക്കാനും പുറപ്പെട്ടില്ല ദക്ഷന്റെ അടുത്ത്. പറഞ്ഞവരെയൊക്കെ ദക്ഷൻ എതിർക്കുകയും ചെയ്തു. വാജപേയൊക്കെ നടത്തി കഴിഞ്ഞപ്പോ വലിയ ഒരു പരിപാടിയായിട്ടുള്ള ബൃഹസ്പതി സവം നടത്താനുള്ള അധികാരം അന്നത്തെ കണക്കിൽ ദക്ഷന് കിട്ടി. പ്ലാൻ ചെയ്തു ദക്ഷൻ, ഗംഭീരായിട്ട് ബൃഹസ്പതി സവം നടത്തണം. പക്ഷെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താന്നല്ലേ? ആരെ കൂട്ടാൻ പാടില്ല? മഹാദേവനെ കൂട്ടാൻ പാടില്ല. എല്ലാ ദിക്കിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ക്ഷണക്കത്ത് കിട്ടിയപ്പോ തോന്നി എന്തിനാ ഞങ്ങളെ വിളിക്കണത് എന്നു.
പക്ഷെ ദക്ഷന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അവരെയൊക്കെ വിളിച്ചാലും ആരെ വിളിക്കില്ല? മഹാദേവനെ വിളിക്കില്ല. പരിപാടി തുടങ്ങി. ഭാഗവതത്തിന്റെ ക്യാമറ മെല്ലെ പോണത് കൈലാസത്തിലേക്കാണ്. മഹാദേവന്റെ അടുത്തുണ്ട് സതീദേവി. തൻ്റെ സഹോദരിമാരും അമ്മയുടെ സഹോദരിമാരും ഒക്കെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റി സതീദേവി അറിഞ്ഞു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു. എല്ലാവരും പോണുണ്ട്, എന്താന്ന് മനസ്സിലായില്ല. എന്നാ ഗ്രൂപ്പിൽ ഇൻവിറ്റേഷൻ കണ്ടിട്ടുമില്ല. ഇൻവിറ്റേഷൻ പ്രൈവറ്റ് ആയിട്ട് അയച്ച എല്ലാവർക്കും. മെല്ലെയാണ് സതീദേവി കാര്യം മനസ്സിലാവണത്. രണ്ട് കാര്യങ്ങളാ സതിയുടെ മനസ്സിലെ. ഒന്ന്, ബൃഹസ്പതി സവം വലിയൊരു യാഗമാണ്, ഒരു ഈശ്വരാരാധനയാണ്. രണ്ട്, നടത്തുന്നതാരാ? തൻ്റെ അച്ഛനാണ്. രണ്ടുകൊണ്ടും പോണമെന്ന് മോഹമുണ്ട്. മഹാദേവന്റെ അടുത്ത് വന്നിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതി. എന്ത് ഭംഗിയായിട്ടാ സതീദേവി സംസാരിക്കണേന്നറിയോ? നല്ലൊരു പ്രയോഗം തന്നെ ഉണ്ട്. മഹാദേവന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അച്ഛൻ യാഗം നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോകണം എന്ന് പറയുന്നതിന് പകരം സതീദേവി പറഞ്ഞത്, അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ ഒരു യാഗം നടത്തുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോണ്ടേ എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് മാത്രമുള്ള ബന്ധാന്ന് തോന്നണ്ട. രണ്ട് കാര്യങ്ങളല്ലേ. യാഗമാണെങ്കിൽ എന്തായാലും നമ്മൾ പോയിട്ട് പങ്കെടുക്കണം, ഒരു സൽക്കർമ്മ. രണ്ടാമത്തത്, എൻ്റെ അച്ഛൻ നടത്തുന്നത് കൊണ്ട് എനിക്ക് അവിടെ ചെന്നാൽ എൻ്റെ ബന്ധുക്കളെ ഒക്കെ കാണാൻ പറ്റും. വല്ലപ്പോഴൊക്കെ മാത്രമേ ബന്ധുക്കളെ കാണാൻ പറ്റുള്ളൂ എന്ന് അന്ന് തുടങ്ങിയതാട്ടോ. ഇപ്പോഴും അങ്ങനെയാണ്. കുടുംബത്തിൽ വല്ല പൂജയുണ്ട് വെച്ചാൽ, തറവാട്ടിൽ വല്ല പൂജയുണ്ട് വെച്ചാൽ എല്ലാവർക്കും പറ്റണ ഒഴിവൊക്കെ നോക്കിയിട്ട് വെക്കും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അന്ന് വന്നാലേ ഒത്തുകൂടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരസ്പരം കാണാനുള്ള ഒരു അവസരമൊക്കെ കിട്ടും. സതീദേവി മഹാദേവന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ല മോഹമുണ്ട് അച്ഛനെയും അമ്മയും സഹോദരിമാരെയും ഒക്കെ കാണാൻ. പറയണതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഡോസും കൂടെ ഉണ്ട് സതിയുടെ വക. എന്താന്നല്ലേ, ഈ ബന്ധുക്കളെയൊക്കെ കാണണമെന്ന് മോഹമുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മഹാദേവൻ അങ്ങനെയാണ്. ആ കൈലാസത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നല്ലാണ്ട് ആരെയും മിസ് ചെയ്യാറൊന്നുമില്ല മൂപ്പർക്ക്. സതീദേവിക്ക് അങ്ങനെയല്ല, ഇടയ്ക്ക് ബന്ധുക്കളെയൊക്കെ മിസ് ചെയ്യും, കാണണം എന്നൊക്കെ തോന്നും. എന്നെ പോലുള്ളവർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയും പോണമെന്ന് മോഹമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ എന്ന് ചോദിച്ചു. മഹാദേവൻ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. സതിക്ക് തോന്നി പറഞ്ഞത് അത്ര അങ്ങോട്ട് പോരാ എന്നുള്ളത്. കുറച്ചും കൂടെ പോവാനുള്ള കാരണങ്ങളൊക്കെ നിരത്താൻ തുടങ്ങി. വിളിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. സതീദേവി പറഞ്ഞു, വിളിച്ചില്ലെങ്കിലും ഇപ്പൊ യാഗത്തിന് പോവാൻ ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അന്നൊക്കെ അങ്ങനെയാണ് അത്രേ. ഈശ്വര ആരാധന ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും നമുക്ക് പോവാം. നല്ല കാര്യല്ലേ. രണ്ടാമത്തത്, അച്ഛൻ പരിപാടി നടത്തുമ്പോൾ മകൾക്ക് പ്രത്യേകമായിട്ട് ഇൻവിറ്റേഷൻ ഒക്കെ അയക്കണോ? വേണ്ടാന്നാട്ടോ പണ്ടത്തെ കണക്കിൽ പറയണത്. ഇന്നിപ്പോ എങ്ങനെയാ ചോദിച്ചാൽ അറിയില്ല. ഇന്ന് മകൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കണം എന്നാണ്. ഗുരുനാഥൻ ശിഷ്യനെ വിളിക്കേണ്ടതില്ല, അച്ഛനമ്മമാര് മക്കളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പരസ്പരം അത്രയും അടുപ്പുള്ള ബന്ധുക്കളാകുമ്പോൾ അങ്ങനെയാണ് എന്നാണ് പണ്ടത്തെ ഒരു സങ്കല്പം. അല്ലാത്തവരൊക്കെ ഉണ്ട്. ഈ കാരണങ്ങൾ പറഞ്ഞിട്ടും മഹാദേവന് പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല. സതി പിന്നെയും പറയാൻ തുടങ്ങി, അങ്ങയുടെ കൂടെ എനിക്ക് അതിൽ പോയി പങ്കെടുക്കണമെന്ന് മോഹമുണ്ട് എന്ന്. കുറച്ചും കൂടെ സതി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ മഹാദേവൻ മെല്ലെ മറുപടി പറയാമെന്ന് തീരുമാനിച്ചു. എന്താ പറഞ്ഞ മറുപടി എന്നല്ലേ? ദേവി പറഞ്ഞതൊക്കെ ശരിയാണ്. യാഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പോണം. ബന്ധുക്കളെയൊക്കെ കാണാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഈ ബന്ധുക്കൾ തന്നെ ഇതുപോലുള്ള കർമ്മങ്ങൾ നടത്തുമ്പോഴാണെങ്കിൽ കൂടി ചില പ്രത്യേക സ്വഭാവക്കാരാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവാതിരിക്കാവും നല്ലത് എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. എന്താണ് അത്തരം സ്വഭാവങ്ങൾ ചോദിക്കുമ്പോൾ മഹാദേവൻ ഒരു ലിസ്റ്റ് കൊടുത്തു. ശാരീരികമായ കഴിവുകളെ കൊണ്ട് സൗന്ദര്യമാവാം, ആരോഗ്യമാവാം, പ്രായത്തിന്റെ ചുറുചുറുക്കാവാം, ബുദ്ധിയുടെ കഴിവ് കൊണ്ട് പലതരത്തിലുള്ള അറിവ് നേടിയെടുത്തതിൻ്റെ മറ്റു പല കഴിവുകളുള്ളതിൻ്റെ, പിന്നീട് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ, ഇന്ന് ചെയ്യുന്ന ജോലി, കയ്യിലുള്ള സമ്പത്ത്, ഇങ്ങനെ എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും അവനവൻ കുറച്ച് കേമനാണെന്ന് ചിന്തിച്ച് മറ്റുള്ളവരിൽ പലരും തന്നേക്കാൾ താഴെയാണെന്ന് ചിന്തിച്ച് ആ ഓരോ കാര്യങ്ങളെ പറ്റിയും അവരെ കുത്തി കുത്തി നോവിക്കുന്ന
പല രീതിയിലും വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അവര് രക്തബന്ധം കൊണ്ടൊക്കെ എത്ര കണ്ട് നമുക്ക് അടുപ്പുള്ളവരാണെങ്കിലും, അവരെത്ര കണ്ട് വലിയ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാവും നല്ലത് എന്ന് മഹാദേവൻ പറയുന്നു. പോയാൽ എന്താ ഉണ്ടാവുക? അവർക്ക് കണ്ണി പിടിക്കില്ല ആരെയും. നമ്മൾ എങ്ങനെ സൗമ്യമായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും അവരെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ വന്ന് കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഇന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെയൊക്കെ ആ കഥയുടെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു കല്യാണത്തിനോ വേറെ എന്തെങ്കിലും ചടങ്ങിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലർ ഒരാവശ്യമില്ലാണ്ട് ചിലരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. ഈ മാർച്ച് മാസത്തിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ഒരു കാലമാണ് വെച്ചാൽ ഒരാവശ്യമില്ലാണ്ട് ചോദിക്കും, മകൻ എത്ര A+ ഉണ്ട് എന്നുള്ളത്. ഒരാവശ്യമില്ല. റിസൾട്ട് ഓൾറെഡി അവർക്ക് അറിയാം. എന്നാലും ചോദിക്കുക എന്തിനു വേണ്ടിയാ? 7 ഉള്ളൂ എന്ന് അവർ പറയും. ഞങ്ങളുടെ കുട്ടിക്ക് 10 ഉണ്ട് എന്ന് അങ്ങോട്ട് പറയാലോ എന്ന് വെച്ചിട്ടാണ്. വിവാഹം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. ഒരാവശ്യമില്ല. അവർ കഴിക്കുകയാണെന്ന് വെച്ചാൽ കഴിച്ചോട്ടേച്ചാ പോരെ. അതല്ല, കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. കഴിച്ചില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയുടെ കഴിഞ്ഞത് പറയും വേണം, നന്നായി നടത്തിയതിനെ പറ്റി പറയും വേണം. ഇങ്ങനെ പോയാൽ അവരെ നടക്കുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് കുറച്ചൊരു ആദ്യം ഉണ്ടാക്കി കൊടുക്കും വേണം. വേറൊന്നുമില്ല. മക്കളില്ലേ എന്ന് ചോദിക്കും. ഇല്ലാച്ചാ മറ്റേ ഡയലോഗും അടിക്കണം. ഏത്? അവസാന കാലത്ത് ഇപ്പോ ഇനിയിപ്പോ മക്കൾ ഉണ്ട് എന്ന് കേട്ടാലും അപ്പോൾ അടുത്ത ഡയലോഗ് ഉണ്ട്. ഏതാ ചോദിച്ചാൽ, ഉള്ളത് ഒരു കുട്ടിയാണോ ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ വെച്ചപ്പോ എന്താ ചെയ്യാ? ഉള്ളത് ആൺകുട്ടിയാച്ചാ പറ്റിയ ഡയലോഗ് ഉണ്ട്. പെൺകുട്ടിയോളാ വീടിന്റെ വിളക്ക്. ഉള്ളത് പെൺകുട്ടിയാച്ചാലും ഡയലോഗ് ഉണ്ട്. എന്താ? കുട്ടിയോളെ കൊടുത്താൽ ഇവിടെ ആരാ ഉണ്ടാവുക? ഒരാൺകുട്ടിയും പെൺകുട്ടിയാണെന്ന് വെച്ചാൽ തൽക്കാലം കുഴപ്പമില്ല എന്നൊക്കെ പറയും. കൊടുത്തേന്റെ ഒക്കെ കൊണ്ടുവരുമ്പോ വാങ്ങിക്കോളൂ കേട്ടോ എന്നും കൂടിയും പറയും. അപ്പൊ പാകായി. വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മൾ എന്തിനെയാണോ നല്ലത് ചീത്തത് എന്നൊക്കെ കണ്ടിരിക്കണത് അതനുസരിച്ച് സംസാരിച്ച് വെറുതെ വിഷമമുണ്ടാക്കുക. അവര് പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുത്തി കുത്തി പറയുക. മനഃപൂർവ്വം അവരെ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുക, താഴ്ത്തിക്കെട്ടുക, പുച്ഛിക്കുക. നല്ലോണം തോന്നണില്ലേ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ ചില ആൾക്കാരുടെ മുഖം? നല്ലോണം ഓർമ്മ വേണേ, നമ്മുടെ മുഖം വേറെ ചിലരുടെ ഓർമ്മയിലുണ്ട് എന്നുള്ളത് അല്ല. പിന്നെ മഹാദേവൻ സതീദേവിയുടെ അടുത്ത് ഇത് പറഞ്ഞു വച്ചതിന് ശേഷം മെല്ലെ പറഞ്ഞു, ദേവി, ഇത്തരം സ്വഭാവക്കാരില് ഇപ്പോ റേറ്റിംഗ് കൂടുതലായിട്ട് നിൽക്കുന്നത് ദേവിയുടെ അച്ഛനാണ് എന്നും കൂടെ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഭയങ്കര കയറ്റാത്രേ. ഒരാൾക്കും അങ്ങോട്ട് പിന്നാലെ എത്തിപ്പിടിക്കാൻ പോലും പറ്റണില്ല. 7 അയലത്തെത്തില്ല ബാക്കിയുള്ളവർ ഈ സ്വഭാവത്തിൽ ദേവിയുടെ അച്ഛനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്നിട്ട് മഹാദേവൻ പറഞ്ഞു, അതുകൊണ്ട് പോവാതിരിക്കാവും നല്ലത്. സതീദേവിയുടെ മുഖത്ത് അത്ര സുഖമില്ല. മഹാദേവന് തോന്നി സതിക്കിനിയിപ്പൊ എങ്ങാനും ചോദിക്കണം എന്നുണ്ടെങ്കിലോ എന്ത്, ഒന്ന് എഴുന്നേൽക്കായിരുന്നില്ലേ? എപ്പോ? അന്നേ. അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ, ഭാര്യയുടെ അച്ഛനല്ലേ, എല്ലാവരും എഴുന്നേൽക്കുണ്ടല്ലോ. മഹാദേവൻ പറഞ്ഞു, ദേവിയുടെ അച്ഛൻ നല്ല കഴിവുള്ള ആളാണ്. ദേവിയുടെ അച്ഛനില് ചില സ്പെഷ്യൽ കഴിവായിട്ടിരിക്കുന്ന ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിൽ വേറെ കഴിവായിട്ടിരിക്കണതും ദേവിയുടെ ഉള്ളിൽ വേറെ കഴിവായിട്ടിരിക്കണതും ഇവിടെ ഉള്ള ഓരോരുത്തരുടെ ഉള്ളിലും വേറെ വേറെ കഴിവായിട്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ചിലരുടെ കഴിവ് കണ്ടാൽ പറയില്ലേ ദൈവീകമാണ് എന്നുള്ളത്. എല്ലാ കഴിവും അങ്ങനെയാണ്. എല്ലാ കഴിവിനെയും ഈ പ്രപഞ്ചത്തിന് ആധാരമായ ആ ചൈതന്യത്തിന്റെ പല പല രൂപങ്ങളായിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി. അത് ശബ്ദത്തിന്റെ കഴിവാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എല്ലാരെയും ബഹുമാനിക്കും. ആർക്കും എൻ്റെ കഴിവ് എന്നുള്ള തോന്നലില്ല. പകരം എന്നിലൂടെ ഈശ്വരൻ അങ്ങനെയാണ് പ്രകാശിക്കുന്നത്, നിങ്ങളിലൂടെ വേറെ ഓരോ തരത്തിലാണ് എന്ന് പരസ്പരം താഴ്ത്തിക്കെട്ടാതെയോ അല്ലെ കളിയാക്കാതെയോ തന്നെ അഹങ്കരിക്കാതെ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ദേവിയുടെ അച്ഛൻ അത് പറ്റണില്ല. ദേവിയുടെ അച്ഛൻ്റെ ഉള്ളിലും കഴിവായിട്ട് കുടികൊള്ളുന്ന ആ സാക്ഷാൽ വാസുദേവനെ ഞാൻ എന്നും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഒരു സംശയവും അതിലില്ല. പക്ഷെ ദേവിയുടെ അച്ഛന് ദക്ഷനാണ് കേമൻ, ദക്ഷന്റെ കഴിവാണ് ഇതെല്ലാം എന്ന് തന്നെ ലോകത്ത് ഇങ്ങനെ കാണിക്കണം എന്ന് തോന്നുകയാണ്. അതിനുവേണ്ടി എല്ലാവരും തന്നെ വന്ദിക്കണം എന്ന് തോന്നുകയാണ്. ബാക്കി എല്ലാവരും തന്നെക്കാൾ താഴെയാണോ എന്നൊക്കെ തോന്നുകയാണ്.
അത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാ എഴുന്നേൽക്കാത്തത് എന്ന് മഹാദേവൻ വ്യക്തമാക്കി. എന്നിട്ട് അവസാനം മഹാദേവൻ പറഞ്ഞു, പോവാതിരിക്കാവും നല്ലത്, പോയാൽ വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. എന്ത് വിഷമം? മഹാദേവൻ കൊടുക്കണ ഉദാഹരണം നല്ല രസം. അല്ലെങ്കിൽ ആ ഒരു ആശയം എങ്ങനെയാണ്, നമ്മൾ ചില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്ത് അവര് നമ്മളെ നല്ലോണം സ്വീകരിക്കും എന്ന് പ്രതീക്ഷ വെച്ചിട്ട് ചെല്ലുകയാണ്. പക്ഷെ അവര് നമ്മളെ കണ്ട ഭാവം നടിക്കണില്ല, മൈൻഡേ ചെയ്യണില്ല എന്ന് വരുമ്പോൾ നമുക്കുണ്ടാവണ ഒരു വേദനയില്ലേ? എത്രത്തോളം അടുപ്പവും പ്രതീക്ഷയും വെച്ചിട്ടാണോ നമ്മൾ പോണത്, അത്രത്തോളാണ് നമുക്ക് വേദനിക്കുക. ഇപ്പൊ വലിയ താല്പര്യം വെച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവഗണന നേരിടേണ്ടി വന്നാൽ, എനിക്ക് ഒരു വിലയും ഇല്ല എന്നങ്ങോട്ട് തോന്നുമ്പോൾ, നമ്മളെ അത്രയും വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവര് തന്നെ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ജീവിതം ഇല്ല എന്ന് വരെ തോന്നിപ്പോവും. ഒരു മരണതുല്യമായ വേദന ഉണ്ടാവും എന്ന് പോലും മഹാദേവൻ പറഞ്ഞു. പറഞ്ഞിട്ട് മഹാദേവൻ നിർത്തി. നമ്മളാണ് എന്താ ചെയ്യുക സതീദേവിയുടെ സ്ഥാനത്ത്? ചേട്ടാ, മുമ്പ് കഥ പറഞ്ഞവരൊന്നും ഇങ്ങനെ ചോദിച്ചില്ലല്ലോ, പ്രത്യേകിച്ച് ദക്ഷയാഗത്തിൽ എന്നാണ്. എന്നാലും നമ്മളാണ് എന്താ ചെയ്യുക? നമ്മുടെ മനസ്സിനെ ചിലയിടത്തേക്ക് പോകണമെന്നുണ്ട്, വേറൊരാൾ നമ്മുടെ അടുത്ത് പോയാലുള്ള കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു. മനസ്സ് അത്ര അങ്ങോട്ട് ഉറപ്പില്ലാത്തവരാണ് വെച്ചാൽ ഉള്ളിലൊരു കൺഫ്യൂഷൻ വരും, പോണോ പോണ്ടയോ. സതീദേവിയുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നും പോണ്ട, ചിലപ്പോൾ തോന്നും സതീദേവിക്ക് ചേട്ടാ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണു എന്ന് പറഞ്ഞതിന് ഇയാൾ എന്തിനും ഇങ്ങനെ കുറെ ഫിലോസഫിയൊക്കെ പറയണത് എന്നാണ്. ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് തോന്നി സതിക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട്. സതി എന്നിട്ട് ഇറങ്ങുകയും ചെയ്യും കൈലാസത്ത്. പക്ഷെ കൈലാസത്തിന്റെ പുറത്തേക്കൊക്കെ എത്തിയിട്ട് അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാദേവൻ സ്നേഹത്തോടു കൂടി സതിയെ നോക്കണത് കാണും. അത് കാണുമ്പോൾ സതിക്ക് തോന്നണു ഞാൻ വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിയാ മഹാദേവൻ പറഞ്ഞത്, എന്നാ പോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇവിടെ നിൽക്കുമ്പോൾ പിന്നെയും സതിക്ക് തോന്നും അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞാൽ മാത്രം 108 ന്യായം പറയാണ്ടാവും, കുറ്റവും പറയാണ്ടാവും. ഞാൻ എന്തായാലും പോവും, ഇങ്ങോട്ട് വരണില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് സതി വീണ്ടും പുറത്തേക്ക് ഇറങ്ങണു. പക്ഷെ അവിടെ എത്തുമ്പോൾ സതിക്ക് വീണ്ടും തോന്നണു സതി വീണ്ടും തിരിച്ചു വരും. ഉറപ്പില്ലാത്തൊരവസ്ഥ. മഹാദേവന് തോന്നി സതിയുടെ മനസ്സ് വല്ലാണ്ട് താളം തെറ്റിയിരിക്കുകയാണ് എന്നുള്ളത്. ഇവിടെ നിന്നാലാവും കൂടുതൽ പ്രശ്നം സതിക്ക് ഉണ്ടാവുക എന്ന് മഹാദേവന് തോന്നി. ആചാര്യന്മാര് പറയും മഹാദേവൻ തന്നെ സങ്കല്പിച്ചു സതി പൊക്കോട്ടെ എന്നുള്ളത്. പിന്നെ സതിക്ക് പുറത്തു പോയിട്ട് തിരിച്ചു നോക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരണം എന്നൊന്നും തോന്നിയില്ല. പകരം മഹാദേവനെ നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു നോട്ടം കൊടുത്തിട്ട് ആ സതി പോയത് എന്നാണ് സംസ്കൃതത്തിൽ ഭാഗവതം പറയണത്. പറയണ വാക്ക് ഇങ്ങനെയാണ്, പ്രദക്ഷ്യതീ വൈക്ഷത ജാതവേപഥു. മലയാളത്തിൽ ഇതിന് നല്ലൊരു തർജ്ജമ എങ്ങനെയാ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഇങ്ങനെ പറയണം, സതി നോക്കിയതിൻ്റെ ഒരർത്ഥം ഇതാണ്, ബാക്കി ഞാൻ വന്നിട്ട് തരാം. ഈ ഒരു അർത്ഥത്തിലുള്ളൊരു നോട്ടവും കൊടുത്തൊന്ന് വിറച്ചിട്ട് സതി പോയി. സതി പോയതോടുകൂടി കൈലാസത്തുനിന്ന് അമ്മ പോകുമ്പോൾ ഒപ്പം ആൾക്കാരൊക്കെ ഉണ്ടാവും ഉറപ്പാ, ശിവഗണങ്ങളൊക്കെ കൂടെയുണ്ട്. അവിടെ ചെന്നു. സതിയുടെ അമ്മയും അമ്മയുടെ സഹോദരിമാരും സതിയുടെ സ്വന്തം സഹോദരിമാരും ഒക്കെ സ്വീകരിച്ചു. ആര് മാത്രം മൈൻഡ് ചെയ്യണില്ല? ദക്ഷൻ. സതി മെല്ലെ ദക്ഷ ഉള്ളതിൻ്റെ അടുത്ത് കൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ 2-3 തവണ നടന്നു നോക്കി. മൈൻഡേ ചെയ്യണില്ല. ദക്ഷൻ മൈൻഡ് ചെയ്യണില്ല എന്ന് കണ്ടപ്പോ പൂജ കഴിക്കാൻ വന്ന ആൾക്കാരും മൈൻഡ് ചെയ്തില്ല. അവരിൽ ആരോ അവരുടെ ഹെഡിനോട് ചോദിച്ചു, ഭൃഗു മഹർഷിയോടൊറ്റയാ തോന്നുന്നു, കൈലാസത്തുനിന്ന് അമ്മ വന്നിട്ടുണ്ട്, മൈൻഡ് ചെയ്യണ്ടേ? ഇപ്പൊ ഭൃഗു മഹർഷി മറുപടി പറഞ്ഞിട്ടുണ്ടാവണം, കൈലാസത്തുനിന്നല്ല അവസാനം ചെക്ക് കിട്ടണത്, ദക്ഷനാണ് തരുന്നത്. ദക്ഷൻ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദക്ഷൻ മൈൻഡ് ചെയ്യാത്തവരെ നമ്മളും മൈൻഡ് ചെയ്യണ്ട. അച്ഛനല്ലേ, സാരില്ല എന്ന് വെച്ചു സതി. പക്ഷേ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നടക്കുമ്പോ വല്ലാത്തൊരവസ്ഥ സതിക്ക്. എന്താണെന്നറിയോ? ദക്ഷൻ ഇങ്ങനെ തൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും വ്യക്തമാക്കുന്നുണ്ട്, മഹാദേവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി
നടത്തുന്നത് എന്നുള്ളത്. ഈശ്വര ആരാധനയാണ്. പക്ഷെ നടത്തുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? മഹാദേവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണേ. ഇവിടെ ഇപ്പൊ ഈ ദശാവതാര മഹാസത്രത്തിന് നല്ല കളർഫുൾ നോട്ടീസൊക്കെ അടിച്ചിട്ടില്ലേ? കുറെ പേരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ലേ? വലിയ വലിയ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും കണ്ടു ഇഷ്ടം പോലെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാ മെയിൻ ആചാര്യന്റെ അല്ലാണ്ട് ഒപ്പമുള്ള പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടൊക്കെ ഓരോ ഫ്ലെക്സ് വെക്കണത് കണ്ടത്, ഓരോ കട്ടൗട്ടുകളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടത്. ഇതൊക്കെ ആ പരിപാടിയുടെ ഒരു മഹത്വം, അല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാവർക്കും സന്തോഷമാവാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു പ്രൗഢിക്ക് വേണ്ടിയാണ് വെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദക്ഷൻ നടത്തുന്ന ബൃഹസ്പതി സവം എന്ന് പേരുള്ള സത്രത്തിന്റെ നോട്ടീസിൽ ഹൈലൈറ്റ് ആയിട്ട് ബൃഹസ്പതി സവം എന്ന വാക്കിനേക്കാൾ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മഹാദേവനെ കൂട്ടാണ്ട് ലോകത്ത് ആദ്യമായിട്ട് നടക്കണത് എന്നാണ്. എല്ലാ ചെറിയ ഫ്ലെക്സിന്റെ അടിയിലും പ്രത്യേകം നോട്ടീസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? മഹാദേവനെ കൂട്ടാത്തത്, വേറെ എവിടെയും നടക്കാത്തത്. ഓരോ ദിവസം ഓരോ പൂജയുടെ സമയത്തും ദക്ഷൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ലോകത്ത് ഇന്നേ വരെ മഹാദേവനെ കൂട്ടാണ്ട് നടക്കാത്ത ഒരു വലിയ ഗണപതി ഹോമം ഇവിടെ നടത്താൻ പോണു, അതിനെല്ലാവരും പ്രത്യേകമായിട്ട് വന്ന് പങ്കെടുക്കണം എന്നൊക്കെ കുറച്ച് ഭാവന പറയുകയാണെ. ഇങ്ങനെ ആവാം എന്ന്. അതായത് ദക്ഷന്റെ എല്ലാ പെരുമാറ്റത്തിലും ഇത് ചെയ്യുന്നത് മുഴുവൻ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാന്നുള്ളൊരു തോന്നല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സത്രം ഇവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈശ്വരാരാധന നടത്തുകയാണ്. അത് നടത്തുമ്പോൾ മുഴുവൻ നമ്മുടെ ഉള്ളില് മറ്റൊരാൾ ഇത് കണ്ടിട്ട് അയാൾക്ക് തോന്നണം ഞാൻ ജയിച്ചു എന്നുള്ളത്, അയാൾക്ക് നാണം തോന്നണം, അയാൾക്ക് ലജ്ജ തോന്നണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടത്തുന്നത് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാവാം. സാധാരണ ഈശ്വരനെ ഓർത്താ മറ്റൊരാളെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ഇല്ലാണ്ടാവേണ്ടത്. ദക്ഷന് ഈശ്വരനെ ഓർത്ത് നടക്കുന്ന പരിപാടിയുടെ ഉദ്ദേശം തന്നെ മറ്റൊരാളെ തോൽപ്പിക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സതീദേവിക്ക് അത് കണ്ടപ്പോഴാണ് സഹിക്കാൻ വയ്യാണ്ടായത്. എതിർക്കാൻ പുറപ്പെട്ട ശിവഗണങ്ങളെ മാറ്റി നിർത്തി സതി തന്നെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയണു, പ്രത്യേകിച്ച് ദക്ഷനോടായിട്ട് പറയണു, അച്ഛൻ ആരോടാ ഈ ദേഷ്യം കാണിക്കണത്? ആരോടാ അച്ഛൻ ഈ വാശി കാണിക്കണത്? ലോകത്തെ എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ചിന്തിക്കണ ഒരു മഹാദേവനോടാണോ അച്ഛൻ ഇങ്ങനെ വാശി കാണിക്കണേ? ലോകത്ത് പല ആൾക്കാരുണ്ട് അച്ഛ. ചിലര് നമ്മുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ്. വേറെ ചിലര് കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മിണ്ടില്ല, നല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം പറയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിലെ നല്ലത് മാത്രം കണ്ട് ആ രീതിയിൽ മാത്രം നമ്മളോട് പെരുമാറി എപ്പോഴും ആ രീതിയിൽ പ്രചോദനം തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നവരിൽ ഏറ്റവും വലിയൊരാളാണ് ഈ മഹാദേവൻ. എങ്ങനെയാ അങ്ങനെ വാശി കാണിക്കാൻ പറ്റണേന്ന് ചോദിച്ചു. സതി തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിലും അച്ഛനെ പോലുള്ളവർക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ. അച്ഛൻ അഹങ്കരിച്ചാണ് ശീലം. നാളെ എന്താവുന്ന ഒരു ഉറപ്പില്ലാത്ത ഈ ശരീരത്തിന്റെ പേരില്, നാളെ എന്താവുന്ന ഒരു ഉറപ്പില്ലാത്ത സ്വന്തം കഴിവുകളുടെ പേരില്, നാളെ എന്താവുന്ന ഒരു ഉറപ്പില്ലാത്ത ഇന്ന് കിട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ പേരില് അച്ഛൻ അഹങ്കരിക്കുക, ആരെയും പുച്ഛിക്കാൻ മടിയില്ലാണ്ടാവുക. കഷ്ടം എന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ എവിടുന്നോ സതി കേട്ടിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഒരു 2 വാക്ക് മറുപടി പറയണമെന്ന് തോന്നി. സതി പറഞ്ഞു, ഒരു മാഹാത്മ്യം ഇല്ല എന്ന് പറഞ്ഞില്ലേ അച്ഛൻ ഈ മഹാദേവന്? ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞില്ലേ അച്ഛൻ? അറിയോ, ഈ മഹാദേവന്റെ ശിവനെന്നോ ഹരനെന്നോ രുദ്രനെന്നൊക്കെയുള്ള തരത്തിലുള്ള 2 അക്ഷരമുള്ള നാമം ആരുടെയൊക്കെ നാവിൻ തുമ്പൽ അറിയാണ്ടെയാണെങ്കിലും വരുന്നുണ്ടോ, അവരൊക്കെ ക്രമേണ ആ ശിവത്തെ ആലോചിച്ച് സ്വയം നല്ലവരായിട്ട് മാറും. തന്നെ ഓർക്കുന്നവരെ പോലും നല്ല വഴിക്ക് എത്തിക്കാൻ കഴിവുള്ള അത്രയും പവിത്ര കീർത്തിയായ മഹാദേവനെയാണോ അച്ഛൻ ഇങ്ങനെ കുറ്റം പറയണത്? ഒരിക്കലും വിചാരിക്കരുത് മഹാദേവന് ശക്തിയില്ല എന്നുള്ളത്. മഹാദേവൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ തടുക്കാൻ ആർക്കും പറ്റില്ല. അച്ഛൻ ഇതൊക്കെ ചെയ്യുമ്പോഴും മഹാദേവൻ അത്തരത്തിലുള്ള അതിക്രമത്തിനൊന്നും മുതിരാത്തത് കഴിവില്ലാത്തോണ്ടാ വിചാരിക്കരുത്, അത് പക്വത കൊണ്ടാന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞു. മഹാദേവന്റെ നൃത്തത്തിനെ ഭ്രാന്തന്റെ നൃത്തമായിട്ടാ ദക്ഷൻ അന്ന് വിവരിച്ചത്. സതീദേവി ചോദിച്ചു, അച്ഛൻ എപ്പോഴെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ അത് എന്നുള്ളത്? അത് കാണാൻ എത്ര പേരുണ്ടാവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മഹാദേവന്റെ താണ്ഡവ നൃത്തം കാണാൻ വന്നിട്ടുള്ള കാണികളിലെ VIP സീറ്റിൽ ആദ്യം പോയിരിക്കണത് അച്ഛന്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു.
അത് മാഹാത്മ്യം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കും. ജീവിതത്തെ വളരെ നല്ലതുപോലെ മനസ്സിലാക്കി മനസ്സിന്റെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആനന്ദ നൃത്തമാണ് മഹാദേവൻ ആടുന്നത്. നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു തരികയാണ്, ജീവിതം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഉള്ളിനെ നല്ലതുപോലെ അടക്കി കഴിഞ്ഞാൽ ജീവിതം ഒരു നൃത്തമാണ്, ഒരു ആനന്ദ നടനാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കാണ്ടേ അച്ഛൻ കളിയാക്കണേ എന്ന് പറഞ്ഞു. സതി പറയാണ്, ഇങ്ങനെ അഹങ്കാരം നിറഞ്ഞു തുളുമ്പുന്ന, മറ്റുള്ളവരെ അത്രയധികം താഴ്ത്തിക്കെട്ടി നിന്ദിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് മഹാത്മാക്കളെ പറ്റിയിട്ടുള്ളത് കേൾക്കേണ്ടി വരുമ്പോൾ സ്വന്തം കാത് കുത്തി പൊട്ടിക്കുക വേണ്ടത് എന്ന് തോന്നും. ഇത് കേൾക്കാനല്ല ഞാൻ ഇരിക്കണത് എന്നുള്ള നിലയ്ക്ക്. അതല്ല, ശക്തിയുള്ളവരാണെങ്കിൽ അത് പറയുന്നവന്റെ നാക്ക് പിഴുതെടുക്കാൻ പറ്റണമെന്ന്. ഇത് രണ്ടും പറ്റണില്ല വെച്ചാല് സതീദേവി പറയാണ്, ഇങ്ങനെ ജീവിച്ചിരിക്കണോണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഈ ജീവിതം തന്നെ വേണ്ട വെക്കുകയാണ് ഏറ്റവും നല്ലത്. പ്രതികരിക്കാനും പറ്റണില്ല മര്യാദയ്ക്ക്, എന്നാൽ അത് കേട്ടിട്ട് ഇരിക്കാനും പറ്റണില്ല. നമ്മൾ കേട്ടിട്ടില്ലേ ചില ആൾക്കാരെ പറ്റി, ലോകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ കാണുമ്പോഴേ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ട്, അവർ അതിനും നിസ്സഹായരാവണു. എന്നാൽ ഇതൊന്നും കാണാണ്ട് എങ്ങടെങ്കിലും മാറിയിരിക്കാൻ അതും അവർക്ക് പറ്റണില്ല. അവസാനം അവർ കഷ്ടപ്പെട്ട് എടുക്കണ ഒരു തീരുമാനമാണ്, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമേ വേണ്ട എന്നുള്ളത്. സതി അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് അപമാനമാണ് ഈ ദക്ഷന്റെ മകള് എന്നുള്ള അഡ്രസ്സ്. ഇത്രയും കാലം ഞാൻ അതിനെ വലിയ വില കൊടുത്ത് കണ്ടിരുന്നു. ആരെങ്കിലുമൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അറിയില്ലേ ദക്ഷന്റെ ഇളയ മകളാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അത് പറയാക്കി വയ്യ, അത്രയും വിഷമുണ്ട് എന്ന് പറഞ്ഞ്, അത്രയും ഞാൻ ഇന്ന് ഈ ഒരു ജന്മമോർത്ത് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ് വെറുക്കുന്നു, അറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദക്ഷനും കാൺകെ സതീദേവി തൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയാണ്. ആത്മഹത്യ ചെയ്തു മഹാദേവനെ ഓർത്തിട്ട്. തിരിച്ചു ചെന്നാ മഹാദേവൻ സ്വീകരിക്കില്ല എന്ന് കരുതിയിട്ടൊന്നുമല്ല. പക്ഷെ ഓരോ തവണ മഹാദേവന്റെ മുന്നിൽ ഇരിക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരിക, ആ മഹാദേവനെ ഇത്രയും നിന്ദിച്ച ഒരു വൃത്തികെട്ട ജന്മത്തിന്റെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോന്നലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി സതി ആത്മഹത്യ ചെയ്തത്. ദക്ഷന് വല്ല കുലുക്കും ഉണ്ടായോ? ഒരു കുലുക്കും ഉണ്ടായില്ല. കുറച്ചു പേര് പറഞ്ഞു, കഷ്ടം, സ്വന്തം അച്ഛൻ നിരപരാധിനിയായ ഒരു മകളുടെ മരണത്തിന് ഇടവരുത്തിയില്ലോ എന്നുള്ളത്. ഒരു കുലുക്കും ദക്ഷനില്ല. കുറച്ചു പേര് ശിവഗണങ്ങളെ എതിർക്കാൻ പുറപ്പെട്ടു. അവിടെ ഭൃഗു മഹർഷി ഉണ്ടായിരുന്നു. ആ ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിൽ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ട് ഇവരെ മുഴുവൻ തുരത്തി ഓടിച്ചു. മഹാദേവൻ ഇപ്പോഴും ശാന്തനായിട്ടായിരിക്കണേ. നാരദൻ മഹാദേവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അത്രേ, നമുക്ക് സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റിയാലോ, 2 കൊടുത്താലേ അവരൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് മഹാദേവൻ ദേഷ്യത്തിന്റെ മുഖംമൂടി എടുത്തണിഞ്ഞു. ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ മഹാദേവന് പേര് വീരഭദ്രൻ എന്നാണ്. ആ വീരഭദ്രസ്വാമിയായി ശിവഗണങ്ങളോടും കൂടെ ദക്ഷന്റെ യജ്ഞശാലയിലേക്ക് വന്നു. പിന്നെ ഒരു സംഹാര താണ്ഡവാണ് അവിടെ. ആരൊക്കെ ശിവനിന്ദയ്ക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അതനുസരിച്ചുള്ള ശിക്ഷ. പണ്ടത്തെ ഒരു സങ്കല്പാണേ, കൈയടിച്ച് മറ്റൊരാളെ കളിയാക്കാൻ കൂട്ടുനിന്നവന്റെ കൈയെടുത്തു. താടി തടവി മറ്റൊരാളെ കളിയാക്കാൻ കൂട്ടുനിന്നവന്റെ ഭംഗിയുണ്ടായിരുന്ന താടിയും എടുത്തു. പല്ലിറുമിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച ആളുടെ പല്ലും എടുത്തു. കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ച് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ കൂട്ടുനിന്ന ആളുടെ കണ്ണും എടുത്തു. ദക്ഷന്റെ ശിരസ് തന്നെ നുള്ളിയെടുത്ത് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചുപോയത്. ഭാഗവതത്തിന്റെ ഈ ഒരു കഥാഭാഗത്തെ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണിച്ചു തരുന്നത്, പരിക്ക് പറ്റിയ ആൾക്കാരൊക്കെ കൂടെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് പറയണതാണ്. ബ്രഹ്മാവും കൊടുത്തു നല്ല 2 ഡോസ്. നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമാണുള്ളത് മറ്റൊരാളെ കളിയാക്കാൻ? നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമാണുള്ളത് മറ്റൊരാളെ കുറ്റം പറയാൻ? നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമാണുള്ളത് മറ്റുള്ളവർ നിങ്ങളെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കാൻ? എന്തിൻ്റെ പേരിൽ വേണമെങ്കിലും ആവാം. ഒന്ന്, നിങ്ങൾക്ക് ഇന്നുള്ള കഴിവുകള് മറ്റുള്ളവരെക്കാൾ കൂടുതലാണെന്ന് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ പേരിൽ അവരെക്കാൾ അഹങ്കരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ വരുമ്പോൾ എടുത്തു കൊടുക്കുന്നതാണ്.
ജന്മനാ കണ്ണും കാതും കയ്യും കാലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പല സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ നമ്മൾ തിരിച്ചറിയേണ്ട നിമിഷങ്ങളുണ്ട്. ഇത് മുഴുവൻ ഇല്ലാത്തവരും ഉണ്ട്. എനിക്ക് കിട്ടിയത് എന്തൊക്കെയോ ആനുകൂല്യമാണ്, എൻ്റെ കഴിവല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റൊരാളെ കളിയാക്കാൻ വയ്യ. രണ്ടാമത്തത് ബ്രഹ്മാവ് ചോദിക്കണത്, നിങ്ങൾക്കുള്ളതാണ് നല്ലതെന്നും അവർക്കത് ഇല്ലാണ്ടായി പോയത് മോശമാണെന്നും തന്നെ ആരാ പറഞ്ഞേ? ആ രീതിയിൽ പോലും മറ്റുള്ളവരെ കളിയാക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കണം. നമുക്കൊക്കെ അങ്ങനെ ഒരു തോന്നലില്ലേ? അത്യാവശ്യം പഠിച്ച് നമ്മൾ വിചാരിക്കണ തരത്തിലുള്ള ഒരു ജോലി വാങ്ങി, അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി, അത്യാവശ്യം നല്ലൊരു വീടൊക്കെ വെച്ച്, സമയത്തിന് കല്യാണം കഴിച്ച്, സമയത്തിന് മക്കളൊക്കെ ഉണ്ടാക്കി, ആ മക്കൾ തന്നെ നേരത്തെ പറഞ്ഞ പരിപാടികൾ എണ്ണങ്ങളൊക്കെ കൃത്യമാക്കി നോക്കി, എല്ലാം കൃത്യമായി അവരും പഠിച്ച് അവരുടെ ജോലി അവരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇതൊരൊറ്റ ലൈനിൽ നമ്മൾ വിചാരിച്ചു വെച്ചതുണ്ട്. അത് അതുപോലെ അല്ലാണ്ട് പോണവരുടെ ഒക്കെ ജീവിതം കുഴപ്പമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടാകുമ്പോൾ വിഷമം ഉണ്ടാവണേ? സത്യം പറഞ്ഞാണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടാകുമ്പോൾ വിഷമം തോന്നുന്നത് കിട്ടാത്തോണ്ടൊന്നുമല്ല. പകരം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്, അവർ നമ്മളെ കണ്ട എന്താ കിട്ടാത്തതെന്ന് ചോദിക്കുകയും ചെയ്യും. ഒരൊറ്റ കാരണം കൊണ്ടാണ് വിഷമം ഉണ്ടാവുന്നത്. എൻ്റെ പ്രായം ചെറുപ്പമാണ്, പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഈ വീടില്ലാത്തവര്, ഭക്ഷണം മര്യാദയ്ക്ക് ചില സമയത്ത് വേണ്ട പോലെ ചിലപ്പോഴെങ്കിലും കിട്ടാത്തവര്, പോട്ടെ മക്കൾ ഉണ്ടാവാത്തവര്, ഇവർക്കൊക്കെ വിഷമം എന്തുകൊണ്ടാ ചോദിച്ചാൽ താരതമ്യം ചെയ്തിട്ടാ. ഈ താരതമ്യം ചെയ്യണതിൽ ഏറ്റവും കുഴപ്പം എവിടെയാ ചോദിച്ചാൽ, ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു നോട്ടുണ്ട്. എന്ത് നോട്ടാ? ഈ 1 ലക്ഷം ശമ്പളമുള്ള ആൾ 25,000 ശമ്പളമുള്ള ആളെ കാണുമ്പോഴുള്ള ഒരു നോട്ടുണ്ട്. ആ നോട്ടം കാണുമ്പോഴാണ് ഈ 25,000-കാരന് തോന്നുന്നത് എൻ്റെ ശമ്പളം കുറവാണെന്നേ. അല്ലാച്ച അയാൾ 1 ലക്ഷം കൊണ്ട് ജീവിച്ചോട്ടെ, ഞാൻ 25,000 കൊണ്ട് ജീവിച്ചോട്ടെ, വല്ല കുഴപ്പമുണ്ടോ? ടെറസ് വീടുള്ള ആൾക്ക് ഓടുള്ള വീടുള്ള ആളെ കാണുമ്പോൾ ഒരു നോട്ടുണ്ട്. എന്ത് നോട്ടാണ്? എന്തിനാത്? ഇങ്ങനെ പരസ്പരം നമുക്കുള്ളൊരു വിലയിരുത്തലുകളുണ്ട്. അത് വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ബ്രഹ്മാവ് ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത്? ഒരാളെയും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് അടിവരെ ഇട്ടിട്ട് പറയുകയാണ്, നിങ്ങൾക്കത് തിരിച്ചടിയായിട്ട് വരും. നിങ്ങൾ വേദനിപ്പിക്കുന്നവരെത്ര കണ്ട് നല്ല മനസ്സുള്ളവരാണോ അതിനനുസരിച്ച് ഇരട്ടിയാവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന വേദന എന്ന് കൂടി പറഞ്ഞു. നമ്മൾ മറക്കണ ഒരു കാര്യമാണ് അല്ലേ? എത്ര നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നറിയോ? നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇപ്പൊ ഞങ്ങളടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമേ അറിയുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. നമുക്ക് തന്നെ അറിയാം നമ്മളൊക്കെ ആരായിരുന്നു എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം ഇപ്പോഴും മോശമൊന്നുമല്ല എന്നുള്ളത്, അല്ലേ? മലയാളികൾ ഉണ്ടാക്കിയ വാക്ക് വെറുതെയാ. എന്ത് വാക്ക്? കുത്തുവാക്ക്, അല്ലേ? നമ്മൾ അതിന് അത്രയും കഴിവുള്ള ആൾക്കാരാണ്. എത്ര എളുപ്പാ പറ്റണേന്നറിയോ നമുക്ക് ഒരാളെ വേദനിപ്പിക്കാൻ? ഒരു നോട്ടം കൊണ്ട് വേദനിപ്പിക്കാൻ പറ്റും, കളിയാക്കി ചിരിച്ചിട്ട് വേദനിപ്പിക്കാൻ പറ്റും, ഇഷ്ടം പോലെ. ഓർത്തു വെച്ചോളാൻ പറയുന്നുണ്ട് ബ്രഹ്മാവ്, എന്തിൻ്റെ പേരിൽ ചെയ്താലും ശരി തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രകൃതി അങ്ങനെയാ, സാഹചര്യം ഉണ്ടാക്കി നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കും. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ കാരണമാണ് ആ മഹാദേവൻ ഇന്നും വേദനിച്ചിരിക്കുന്നത്. മഹാദേവന്റെ പ്രിയപ്പെട്ടവളായ സതീദേവിയെ മഹാദേവന് നഷ്ടപ്പെടാൻ കാരണം നിങ്ങളാണ്. അതിൻ്റെയാ നിങ്ങൾ അനുഭവിക്കുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ ഈ വിഷമത്തിൽ നിന്ന് മറികടക്കാൻ. ബ്രഹ്മാവ് പറഞ്ഞ അടുത്ത പോയിന്റാണ്, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഹാരം എന്താണെന്നറിയോ? എന്താ? ഇവിടെ ഈ ജില്ലയിലൊക്കെ എങ്ങനെയാ? എത്ര പ്രദക്ഷിണം വെക്കണം അമ്പലത്തിൽ പോയാ? നമ്മളങ്ങനെയൊക്കെയാണേ, അല്ലേ? നമ്മളിപ്പോൾ ആരോടെങ്കിലും നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ടുള്ള പരിഹാരം എന്താ ചോദിച്ചാൽ ജ്യോത്സ്യന്മാരായാലും ആരായാലും പറയും 108 അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ 108 പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ. ഇതാണ് പറഞ്ഞുതരാം. പക്ഷെ ബ്രഹ്മാവ് പറയണത്, നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പരിഹാരം എന്താ ചോദിച്ചാൽ ഒന്നുമില്ല, അവരുടെ മുന്നിൽ ചെന്നിട്ടേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പത്തികൾ ഉള്ളതൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് ഒന്ന് അവരോട് മാപ്പ് പറഞ്ഞേക്കാം. ഇത്രേ വേണ്ടൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ പത്തി താഴ്ന്നില്ലേ? പത്തി താഴലാണ് ഏറ്റവും വലിയ പരിഹാരം. അത് താഴാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട അമ്പലത്തേക്കൊക്കെ പോണത്.
നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊക്കോളാൻ പറഞ്ഞത്. നമ്മൾ പണ്ടേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എങ്ങനെയാ ആ മുഖത്ത് നോക്കുക. കുറച്ചുകൂടിയും കഴിഞ്ഞപ്പോൾ ഭാഷയൊക്കെ മാറ്റി തുടങ്ങി. വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ എങ്ങനെയാ ഫേസ് ചെയ്യുക, വ്യത്യാസമൊന്നുമില്ല. അവരുടെ ഒരു ഭാവം അതായിരുന്നു. ബ്രഹ്മാവ് ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ എങ്ങനെയാ മഹാദേവന്റെ അടുത്ത് പോയിട്ട് ഫേസ് ചെയ്യാന്ന്. പറ്റില്ലാച്ചാ വാ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രഹ്മാവ് കൊണ്ടുപോയി അവരെയൊക്കെ. കൈലാസത്തിലേക്ക് അങ്ങനെ എത്തുമ്പോ മഹാദേവന്റെ സാന്നിധ്യം കാരണം അത്രയും നല്ല രീതിയിൽ നിൽക്കുന്ന കൈലാസം കാണുമ്പോ തന്നെ അവർക്കൊക്കെ ഉള്ളിൽ കുറ്റബോധം വരുന്നുണ്ട്. കൈലാസത്ത് അകത്തേക്ക് പ്രവേശിച്ച് മഹാദേവനെ കാണുന്നത് ദക്ഷിണാമൂർത്തിയായിട്ടാണ്. ആരോടും ഒരു വൈരവും ഇല്ലാണ്ട് ശാന്തഭാവത്തിലെ ജീവിതത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ മഹാദേവൻ എങ്ങനെയാണോ ചിരിച്ച് സ്വീകരിക്കണത്, അതേപോലെ ആ ബ്രഹ്മാവിന്റെ പിന്നിൽ നിരന്ന് നിൽക്കണം അവർ ഓരോരുത്തരെയും സ്വീകരിച്ചത്. മഹാദേവൻ അവരെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആർക്കാ കുഴപ്പം? അവർക്ക് മഹാദേവനെ നോക്കുമ്പോഴാണ്. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? നല്ലോണം ഉണ്ടാവും. നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ട് അവരുടെ മുന്നിൽ ചെല്ലുമ്പോഴേ അവർ നമ്മളോട് ഒരു കുഴപ്പമില്ലാണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ ആരുടെ ഉള്ളിൽ അവർ വല്ലാത്ത വിമിഷ്ടം ഉണ്ടാവുക? നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ കൂടെ ഒന്നും അല്ലാണ്ട് ആയിപ്പോയൊരു ഫീല് വരും. അവർക്ക് ആ ഒരു അവസ്ഥയിൽ ബ്രഹ്മാവ് മഹാദേവന്റെ അടുത്ത് പറഞ്ഞു, മഹാദേവ, അങ്ങ് ജീവിതത്തെ നല്ലതുപോലെ മനസ്സിലാക്കിയ ആളാണ്, മായയെ മറികടന്ന ആളാണ്. എന്താ മായ എന്ന് പറഞ്ഞ? ഒന്നുമില്ല. ഈ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം നാളെ ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നാളെ ഇതുപോലെ ആവണമെന്ന് ഇല്ല. നമ്മൾ വാശി പിടിച്ച് നേടിയെടുത്തതൊക്കെ ഒരേപോലെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം ജീവിതത്തിൽ നടക്കുന്ന ഒരുറപ്പും ഇല്ല. ഈ ഉറപ്പൊക്കെ ഉണ്ടെച്ചാൽ മായയില്ല. ഈ ഉറപ്പൊക്കെ ഇല്ലാണ്ട് ആവണവരാണ് എവിടെ പെട്ടിരിക്കണവര്? മായയിൽ പെട്ടിരിക്കണവര്. മായയിൽ പെട്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മറന്ന് നമ്മൾ നമ്മുടേതാകുന്ന സങ്കല്പങ്ങളിലും സ്വപ്നങ്ങളിലും പോവുക എന്നുള്ളതാ. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവന് മായയില്ല. മഹാദേവൻ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളാ. അതുകൊണ്ടാണ് ഇപ്പോഴും പക്വതയോടുകൂടി ഇവരോട് സംസാരിക്കണത്, ഇപ്പോഴും പക്വതയോടുകൂടി അടങ്ങിയിരിക്കണത്. മഹാദേവ അങ്ങേപ്പോലൊന്നും ഇവർക്ക് പറ്റില്ല. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണുമ്പോഴേക്കും 4 വർത്താനം പറയണമെന്ന് തോന്നും. ചിലരെ കണ്ടാൽ കണ്ണ് പിടിക്കില്ല. കുറേ കോംപ്ലക്സ് ഉണ്ട് ഉള്ളില്, കുറേ വാശിയും വൈരാഗ്യവും ഉണ്ട്. അത് മായയെ ജയിക്കാത്തവരായതുകൊണ്ടാണ്, അറിവില്ലാത്തവരായതുകൊണ്ടാണ്. അവരെ കൂടുതൽ ശിക്ഷിച്ച് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു. മഹാദേവൻ മറുപടി പറഞ്ഞത് എന്താണെന്നല്ലേ? പരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ, ഞാൻ ഇവരുടെ തെറ്റുകൾ ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇവരെ തോൽപ്പിക്കാൻ വേദനിപ്പിക്കാൻ എണ്ണി ഇരിക്കുമൊന്നുമല്ല എന്ന് പറഞ്ഞു. പകരം 2 ഡോസ് കൊടുക്കണമെന്ന് തോന്നി കൊടുത്തു. ഇനി എനിക്ക് അവരോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പരിഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ മുഴുവൻ പരിഹരിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇതിന്റെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് താടി പോയ ആള് ആടിന്റെ താടി വെച്ചോട്ടെ എന്ന് പറഞ്ഞു. പണ്ടത്തെ അത്ര ഭംഗി ഉണ്ടാവില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ ഓർമ്മ വരണം, നല്ലൊരെണ്ണം ഉണ്ടായത് പോയത് എങ്ങനെയാണെന്ന് ഓർമ്മ വരണം. കൈയില്ലാത്ത ആളോട് പറഞ്ഞു എപ്പോഴും മറ്റുള്ളവരുടെ കൈയിന്റെ സഹായം തേടിക്കോളാൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണേ, മര്യാദയ്ക്ക് എല്ലാം കൈ കൊണ്ട് എടുക്കാൻ പറ്റുമ്പോൾ ഒരു ദിവസം തൊട്ട് എടുക്കാൻ പറ്റണില്ല. എന്തെടുക്കണമെങ്കിലും മറ്റുള്ളവരെ വിളിക്കണം. ആലോചിച്ച് നോക്കൂ. പല്ലില്ലാത്ത ആളോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? തിരുമേനി അതൊന്ന് പറഞ്ഞുതരൂ, ഞങ്ങൾക്ക് ചിലർക്ക് ആവശ്യം ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണോ? പല്ലില്ലാത്ത ആളോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ ആചാര്യന്മാർ തമാശയായിട്ട് പറയൂ കേട്ടോ, മഹാദേവൻ പറഞ്ഞിട്ടുണ്ടാവുന്നു എന്ത് 4 നേരം ഇനിയിപ്പോൾ ജ്യൂസ് ഐറ്റം മാത്രം മതി, അഡ്ജസ്റ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൈറ്റമിനൊക്കെ കിട്ടും. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മാറ്റിവെക്കേണ്ടി വരും. എന്താ കാരണം? കടിക്കാൻ പറ്റില്ല. കണ്ണില്ലാത്ത ഒരാളുണ്ടായിരുന്നു, കണ്ണു കൊടുത്തുവോ? ഇല്ല. കാണണ്ടാത്തതല്ലേ കാണാൻ നോക്കിയത്, ഇനിയിപ്പോൾ കാണേണ്ടതും കാണാണ്ട പോട്ടെ, പകരം എന്ത് കാണണമെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ കിട്ടിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അത്രേ. കാരണം അവർക്ക് ഇപ്പൊ അവർ ചെയ്ത തെറ്റെന്താണെന്ന് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ അവര് ചിന്തിക്കണത് എന്താ വെച്ചാൽ, ഈ ശിക്ഷ കിട്ടിയതിന്റെ ചില അടയാളങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമ്പോഴാണ് ഇനി വേണ്ടാത്തരം ചെയ്യണ്ട എന്നുള്ള ഓർമ്മയെങ്കിലും വരാം.
ഇത് പഴയ ഒരു സങ്കല്പമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കഴിവുകളോ ശക്തികളോ ഉണ്ടോ, നമ്മൾ അതിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേ ശക്തികളും കഴിവുകളും നമുക്ക് നഷ്ടപ്പെടും. കണ്ണ്, കാത്, കയ്യ്, കാല്, നാക്ക്, ഇതൊക്കെ അങ്ങനെയാ. ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നാവ് തുറന്നാ വേണ്ടാത്തരം മാത്രം പറഞ്ഞ ആൾക്കാര് ചിലപ്പോ ഒരു ഘട്ടത്തില് പിന്നെ മിണ്ടാൻ പറ്റാണ്ടായേക്കാം. അപ്പൊ നല്ല വാക്ക് പറയാൻ പോലും പറ്റില്ല, അല്ലേ? അതൊക്കെ പണ്ടത്തെ ചില സങ്കല്പങ്ങളാണ്. ഇനിയിപ്പോൾ അതുപോലെയാണോ സംഭവിക്കണത്, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണതിനേക്കാൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു സന്ദേശം ആലോചിച്ചാൽ പോരെ. എന്താ സന്ദേശം? ഉള്ള ശക്തികളും കഴിവുകളും ഒക്കെ നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണതാവണം. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നാശം വരുന്നത് എന്ന് ചിന്തിക്കുക. നല്ലൊരു മാതൃകയാണത്. ദക്ഷന് പഴയ പോലെ ആവാൻ പറ്റില്ല, പകരം ആടിന്റെ തല വെച്ചു കൊടുത്ത് ജീവിപ്പിച്ചു. എല്ലാവരുടെ ഇടയിൽ ദക്ഷൻ മെല്ലെ ഒരു ഉറക്കത്തെന്ന് ഉണരുന്നത് പോലെ എഴുന്നേറ്റു. ചുറ്റും നോക്കി. ആടിന്റെ തലയാണ് കിട്ടിയത് എന്ന് മനസ്സിലായി. താൻ ആരെയാണോ കഴിഞ്ഞ കുറേ കാലം ദ്രോഹിച്ചത്, ആ ആളാണ് തനിക്കൊരു ജീവിതം തിരിച്ചു തന്നത് എന്ന് മനസ്സിലായി. പത്തി താഴ്ന്നു. തൻ്റെ അഹങ്കാരം കൊണ്ട് തനിക്ക് വന്ന നാശം തിരിച്ചറിഞ്ഞു. അടങ്ങി. നന്ദി പറയണമെന്നുണ്ട്. പണ്ടത്തെ പോലെ അറിവുള്ള ശ്ലോകങ്ങൾ ചൊല്ലാനൊന്നും പറ്റണില്ല. കാരണം ഇപ്പൊ ആരുടെ തലയാണ് കിട്ടിയിരിക്കണത്? ആടിന്റെ തലയാണ്. ഉള്ളിങ്ങനെ നിറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞു. ഒപ്പം ഒരാളെ ഓർമ്മ വരികയും ചെയ്തു. ആരെയാവും? സതീദേവിയാ. അവളും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നി. ഞാൻ അന്ന് ഒരു വാക്ക് നന്നായി പറഞ്ഞിരുന്നു വെച്ചാൽ അവളെ നഷ്ടപ്പെടില്ലായിരുന്നൂലോ എന്ന് തോന്നി. മഹാദേവന്റെ അടുത്ത് വീണ് പറഞ്ഞു, നന്ദിയുണ്ട്. എന്തിനാ നന്ദി? ദക്ഷൻ പറയാണ് ഒരു ഉദാഹരണമൊക്കെ വെച്ചിട്ട്, ഈ ആട്ടിൻകൂട്ടത്തെ മേച്ചു പോണ ആളെ കണ്ടിട്ടില്ലേ? ആടുകളൊക്കെ പല വഴിക്ക് ഇങ്ങനെ പോയാൽ പ്രശ്നമല്ലേ? ആണ്. അതുകൊണ്ട് ഈ കൂട്ടത്തുനിന്ന് തെറ്റി പോണ ആടുകളെയൊക്കെ അയാൾ എന്ത് ചെയ്യും? വടി കൊണ്ട് തട്ടി ഈ കൂട്ടത്തിലേക്ക് തന്നെ ആക്കും. അല്ലെങ്കിൽ എന്താ പ്രശ്നം? പല വഴിക്ക് ചെതറി ഓടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ തന്നെ വണ്ടികളൊക്കെ വന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വരും. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പണ്ടത്തെ കാലം വേറെ രീതിയിൽ. ഇപ്പൊ എല്ലാവരും കൂടെ ഒരഡ്ജസ്റ്റ്മെന്റില് കുറച്ചൊക്കെ ഡിസിപ്ലിൻ വെച്ച് കുറച്ചൊക്കെ ഒരു അച്ചടക്കം വെച്ച് ജീവിച്ചാലേ നേരെയാവുള്ളൂ. നമ്മളൊക്കെ ഒരു വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? ഒരു സമൂഹത്തിലാണെങ്കിൽ എല്ലാവരും തമ്മിൽ കുറച്ചൊക്കെ ഒരു അച്ചടക്കം പാലിക്കണ്ടേ? അല്ലാണ്ട് ഓരോരുത്തർ തന്നിഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പുറപ്പെട്ട വീട്ടിലായാലും കുഴപ്പമാണ്, നാട്ടിലായാലും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ പോകുന്നവരെ ഒന്ന് തട്ടി നേരെയാക്കുക എന്നുള്ളതാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ സംവിധാനത്തിന്റെ ഉദ്ദേശം, അല്ലെ? അങ്ങനെ പോകുന്നവര് സമൂഹത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നവരാന്ന് തോന്നി അവരെ തട്ടി നേരെയാക്കും. മഹാദേവൻ ഇന്ന് ദക്ഷനെ ചെറിയൊരു തട്ടിയിട്ട് നേരാഴ വഴിക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് ദക്ഷന് ബോധ്യപ്പെട്ടു. എപ്പോഴെങ്കിലൊക്കെ നമുക്കുണ്ടായിരുന്ന ഒരു അപകടം പിടിച്ച സ്വഭാവം, അതുമൂലം വന്ന നാശം, അത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായാൽ ആ സ്വഭാവം നമുക്കൊരാൾ മാറ്റിയിട്ട് നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് വഴിയും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളോടൊരു കടപ്പാടുണ്ടാവില്ലേ? ശരിക്കും ഒരു നന്ദി തോന്നില്ലേ? ആ ഭാവമായിരുന്നു ദക്ഷന് മഹാദേവനോട്. അങ്ങനെയാ വീണ നമസ്കരിച്ചത്. എല്ലാവരും കൂടെ ഒരുമിച്ച് പകുതിയിൽ വെച്ച് നിന്ന് പോയ യാഗം വീണ്ടും നടത്താൻ തീരുമാനിച്ചു. നമ്മുടെ ഭാവനയിൽ പറയുകയാണെ, നേരത്തെ പറഞ്ഞതൊന്നും നല്ല പോലെ അവസാനിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ദക്ഷൻ ആ പഴയ ഫ്ലക്സ് ഒക്കെ കീറി കളഞ്ഞു. അതിലെന്താ എഴുതിയായിരുന്നേ? മഹാദേവനെ കൂട്ടാത്തത് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചതല്ലേ? അത് കീറി കളഞ്ഞിട്ട് പുതിയ ഫ്ലക്സ് വെച്ചു. എന്താ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? മഹാദേവനെ കൂട്ടാത്തതല്ല എന്നാണ്? മഹാദേവനെ കൂട്ടുന്നതാണ് എന്നാണോ? അങ്ങനെ ഒരു ഫ്ലക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ തിരുമേനി ചോദിക്കണത്? എന്നാലും നമുക്ക് നല്ലൊരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാ. ദക്ഷൻ എഴുതിയിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൂട്ടരുത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ഇതുപോലത്തെ വാശി തോന്നുന്നുണ്ടെങ്കിൽ ആ വാശി പോവാൻ വേണ്ടിയിട്ടുള്ള യാഗമാണ്, അതിനുള്ള സൽക്കർമ്മമാണ്. ഭംഗിയായിട്ട് നല്ല മനസ്സോടുകൂടി എല്ലാവരും അതിൽ പങ്കുകൊണ്ടു. അവസാനം വിഷ്ണു രൂപത്തിൽ ഭഗവാൻ അവിടെ വരുന്നു. എല്ലാവരും സ്തുതിച്ചു. മഹാദേവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഭഗവാനെ, മര്യാദയ്ക്ക് ജീവിതം മനസ്സിലാക്കി പോണതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇവരൊരുട്ടം പറഞ്ഞു വെച്ചാലും എനിക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർ പലരും വിഷ്ണു ഭഗവാന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പോഴും ജീവിതത്തെ നേരെ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഇപ്പോഴും മനസ്സ് നേരെ നിൽക്കാത്തത് കൊണ്ട് എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്നാ നന്നാവുക എന്ന് ചോദിച്ചു അവർ ഭഗവാന്റെ അടുത്ത്. ആലോചിക്കണേ, പലതും പഠിച്ചാലും പല അറിവുണ്ടെങ്കിലും നമ്മൾ ഇന്നും കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ തന്നെയാണ് പലതും നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. കുറേ അസൂയയും കുറേ വാശിയും കുറേ തരം കോംപ്ലക്സുകൾ, കുറേ അടിപിടികൾ ഉണ്ടാക്കണു. ക്ഷമിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല, മറ്റുള്ളവരുടെ നന്മ കാണാൻ വയ്യ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വയ്യ. ഇത് മുഴുവൻ പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ. അതിനെന്നാ മാറ്റം വരിക എന്നാ ചോദിക്കണേ. ശരിക്കും ഈശ്വരനെ ആരാധിക്കുന്നവര്, ശരിക്കും സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവര്, ശരിക്കും ഭക്തി ഉണ്ട് എന്ന് പറയണവര്, ശരിക്കും ഇതുപോലെ ഭാഗവതാദി ഗ്രന്ഥങ്ങളിലെ കഥകളൊക്കെ മനസ്സിലാക്കണവര്, അവരുടെ സ്വഭാവത്തിലും ആ മാറ്റം കാണും. അപ്പോഴേ അതൊക്കെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ വയ്ക്കൂ. വിഷ്ണു ഭഗവാൻ ദക്ഷനോട് ചേർന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് എന്നല്ലേ? ദക്ഷനെ പറ്റിയ കുഴപ്പം എന്താണെന്നറിയോ? ജീവിതത്തില് ഭേദബുദ്ധി ഉണ്ടായതാണ് കുഴപ്പം എന്നാണ്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ പറയില്ലേ, എല്ലാം ഒന്നാണ്, നമ്മളൊക്കെ ഒന്നാണ്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റണം, ബാക്കി എല്ലാ വേർതിരിവുകൾക്കും അപ്പുറം എന്ന് പറയാറില്ലേ? പക്ഷെ നമ്മുടെ പൂർവികർ അതിനും അപ്പുറം പറഞ്ഞിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണണം, അല്ലാത്തതിനെ മൃഗമായിട്ട് കാണണം. അപ്പൊ മൃഗങ്ങളെ ഉപദ്രവിക്കാം, മനുഷ്യർ മാത്രം നന്നായ മതി, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എന്നെ ഒരു മനുഷ്യനായി കണ്ടാൽ മറ്റ് ജാതി മത ഭേദങ്ങൾക്കെല്ലാം അപ്പുറത്ത്, സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കെല്ലാം അപ്പുറത്ത്, പ്രായഭേദങ്ങൾക്കപ്പുറത്ത്, ദേശഭേദങ്ങൾക്കപ്പുറത്ത് എനിക്ക് എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാം. പക്ഷെ എന്നെ ഒരു ജീവജാലമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുണ്ടെങ്കിലാണ് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അടക്കം എല്ലാത്തിനെയും എനിക്കും ജീവജാലമായിട്ട് കാണാൻ പറ്റും. ഒന്നിനെയും വേദനിപ്പിക്കരുത് എന്ന് തോന്നുന്നു, എല്ലാത്തിനും ഇവിടെ ജീവിക്കാൻ അവകാശം ഉണ്ട് എന്ന് തോന്നുന്നു. അതിനും അപ്പുറം കടന്നിട്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നത്, ഈ പ്രപഞ്ചത്തിലെ ഓരോ തരിയും നമ്മളെ പോലെ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ. ഒരേ ഈശ്വരന്റെ പലതരത്തിലുള്ള ഭാവങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറയുമ്പോൾ, നമ്മളൊക്കെ ഈശ്വരന്റെ ഓരോ തരത്തിലുള്ള രൂപങ്ങളാണ് എന്ന് പറയുമ്പോൾ, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ഒരു പരമപ്രകാശത്തെ അറിയണമെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ഒരു ബഹുമാനം ഉണ്ടാവും. ഒന്നിനെയും നമ്മൾ വലുത് ചെറുത് എന്ന് കാണില്ല, ഒരാളെയും വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. നമ്മളെ പോലെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ഭേദഭാവവും അവിടെ വരാൻ പോണില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ പോലെയാണ് മറ്റുള്ളവരൊന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ തോന്നൂ, കളിയാക്കാൻ തോന്നൂ. അപ്പൊ ഓർമ്മ വരണം, എന്നെയാണ് ഒരാൾ കളിയാക്കണത് വെച്ചാൽ എന്താ ഉണ്ടാവുക? ഇവിടെ സപ്താഹം നടക്കാറുണ്ടോ ഇതിനു മുമ്പൊക്കെ? ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സപ്താഹമൊക്കെ നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ സപ്താഹത്തിന് പോണ ആൾക്കാരുടെ ഒരു സീക്രട്ട് പറഞ്ഞുതരാട്ടോ. മൈക്കിലാ പറയണത് വെച്ചാലും സീക്രട്ടാണ്, നിങ്ങൾ വേറെ ആരോടും പറയരുത്. ഈ രംഗത്ത് പറയാൻ പറ്റണത് ആയതുകൊണ്ടാണ്. ഈ കഥയുടെ ഭാഗത്തെ ഞങ്ങളൊക്കെ പണ്ട് സപ്താഹങ്ങൾക്ക് ഒരാചാര്യന്റെ കൂടെ പൂജയ്ക്കോ അല്ലെങ്കിൽ ഒപ്പം കുറച്ച് പാരായണം ചെയ്യാനോ ഒക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഈ ആചാര്യൻ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഒപ്പം പാരായണം ചെയ്യണവരും പൂജയ്ക്ക് പോണവരും സ്റ്റേജിൽ ഉണ്ടാവില്ല. അവർ മിക്കവാറും മാറിയിരിക്കുക ചെയ്യുക. അവരങ്ങോട്ട് മാറിയിരിക്കുമ്പം എല്ലാം തുടങ്ങും. എന്ത്? അല്ല, കുറ്റം പറയാനാ. ആരെ പറ്റിയിട്ടാ? ആചാര്യനെ പറ്റിയിട്ടാ. മൂപ്പര് കേൾക്കില്ലല്ലോ. മനസ്സിലായോ? ഇതിങ്ങനെ ശീലായി പോയിട്ട് കുറെ കഴിഞ്ഞാല് ഈ ഒപ്പം പോയിരുന്ന ആൾക്കാരും പിന്നെ മെല്ലെ മെല്ലെ സ്വന്തമായിട്ട് സപ്താഹം നടത്തുന്ന ആചാര്യന്മാരാവും. അങ്ങനെ അവര് ആചാര്യന്മാരായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ അവര് പ്രഭാഷണം ചെയ്യുമ്പോൾ ഒപ്പമുള്ള രണ്ടുപേരെ എഴുന്നേറ്റ് പോയിട്ട് അപ്പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ ഒരു സംശയ, എന്ത്, പണ്ട് ഞാനിരുന്നപ്പോ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇവരിപ്പോ തന്നെ ആവോ? ഇത് പറഞ്ഞത് എന്തിനാ? നമുക്ക് നമ്മളെ കുറ്റം പറയണത് ആലോചിക്കാൻ വയ്യ, പക്ഷെ നമുക്ക് കുറ്റം ഇഷ്ടം പോലെ പറയാം. അങ്ങനെയല്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ? ആണ്. ഇതൊന്ന് ചിന്തിച്ചാൽ തീരണതേ ഉള്ളൂ. എന്നെ കളിയാക്കുമ്പോൾ, എന്നെ പരിഹസിക്കുമ്പോൾ, എന്നെ പുച്ഛിക്കുമ്പോൾ, എന്നെ താഴ്ത്തി കെട്ടുമ്പോൾ എനിക്ക് എത്ര വിഷമുണ്ട്, അതേപോലെയല്ലേ ബാക്കിയുള്ളവർക്കും. എന്നോടൊന്ന് ചിരിച്ചാൽ, എന്നോടൊന്ന് നല്ലതുപോലെ പെരുമാറിയാൽ എനിക്ക് എത്ര സന്തോഷമാവോ അതുപോലെയല്ലേ മറ്റുള്ളവർക്കും. ഇതിനെയാണ് നമ്മൾ ഭേദഭാവന ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ. ഇതാണ് അദ്വൈതം എന്നൊക്കെ പറഞ്ഞ.
ഇതാണ് നമ്മൾ ഈശ്വരനായി കാണാൻ എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് മാത്രം വയ്യ. നമ്മളെല്ലാവരും ഈശ്വരനായിട്ട് കാണണം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ചിലരെ പോയിട്ട് കാലൊക്കെ തൊട്ട് തൊഴുതാ ഈശ്വരനായിട്ട് കാണലായി എന്നൊക്കെ. എവിടെ? എന്നിട്ട് ഉള്ളിലിരുന്ന് കുറ്റം പറയുക. നമ്മളെ പോലെ മറ്റുള്ളവരെയും കാണുക എന്നുള്ളത് ആ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ അതിനവർ പറയണത് എന്താണെന്നറിയോ? നമ്മളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസമില്ല എന്ന് കാണണമെങ്കിൽ നമ്മളും അവരും തമ്മിൽ ഒരേപോലെയാണെന്ന് തോന്നാൻ എന്തെങ്കിലും വേണ്ടേ? പുറത്ത് നോക്കുമ്പോൾ ഒക്കെ എല്ലാവരും വേറെ വേറെയാണ്, പുറമേ നോക്കുമ്പോൾ ഒക്കെ വ്യത്യാസങ്ങളാണ്. അപ്പോഴാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് പുറമേ നോക്കണതൊക്കെ വ്യത്യാസങ്ങളാണെങ്കിലും ആത്യന്തികമായിട്ട് നമ്മളൊക്കെ ഒരേ പരമപ്രകാശത്തിന്റെ പല ഭാവങ്ങളാണ്. അപ്പൊ കിട്ടി കോമൺ ആയിട്ടൊന്ന്. ആ ഒരു കോമൺ ആയിട്ട് നൂലിലാണ് നമ്മളെല്ലാവരെയും കോർത്തിണക്കിയിട്ട് നമ്മളൊക്കെ ഒരേ നൂലിൽ ചേർക്കപ്പെട്ട മുത്തുകളാണെന്ന് പറഞ്ഞ് പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാ പൂർവികർ പറഞ്ഞത് ഈശ്വരനെ ഓർക്കുന്നവർക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. ഈശ്വരനെ അറിഞ്ഞവർക്ക് അവനവനെ പോലെ തന്നെ മറ്റുള്ളവരെയും അറിയാൻ പറ്റും. അവനവന്റെ ആത്യന്തികമായ അഡ്രസ്സ് ഈശ്വരനോട് ചേർന്നിട്ടാണ്, അതുപോലെ എല്ലാവരുടെയും അഡ്രസ്സ് ഈശ്വരനോട് ചേർന്നിട്ടാണ് നമ്മളും അവരും തമ്മിൽ പുറമെ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഒരേപോലെ എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാൻ പറ്റും. നമ്മളൊക്കെ ഒരൊറ്റ വലിയ ലോകത്തിലെ കണ്ണികളാണെന്ന് തിരിച്ചറിഞ്ഞാൽ എവിടെ നൊന്താലും അപ്പുറത്തേക്കും ബാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവും. അതും കൂടിയാണ് ഈ ഭേദഭാവന ഒഴിവാവുക എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ കൂടെ ഒരുമിച്ച് ഒരു ലോകമായിട്ട് ജീവിക്കണത്. ഒരു ഭാഗത്ത് ഒരു വേദന വന്നാൽ മറ്റേ ഭാഗത്തേക്കും ബാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. പക്ഷേ കാലം മാറിയില്ലേ? ഇപ്പൊ ആൾക്കാർ വിചാരിക്കണത് ഈശ്വരനെ ഓർക്കുന്നവർക്കാണ് മറ്റുള്ളവരെ നല്ലതുപോലെ കാണാൻ പറ്റാത്തത് എന്ന്. ഇന്ന് ആൾക്കാർ പറയണത് ഭക്തി എന്ന് പറയണത് വർഗീയതയ്ക്ക് വഴിയൊരുക്കണമെന്നാണ്. പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് ഭക്തിയുള്ളവർക്ക് വർഗങ്ങൾ എന്നുള്ള ചിന്തയെ ഉണ്ടാവില്ല, എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പറ്റുന്ന. പ്രശ്നം എന്താണെന്നറിയോ? ഇതിന് വഴിയൊരുക്കിയത് എന്താണെന്നറിയോ? ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ അബദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ്. അവർക്ക് അമ്പലങ്ങളിലേക്കും പൂജാതി കർമ്മങ്ങളിലേക്കും വലിയ ശ്രദ്ധയുണ്ട്. പക്ഷെ ഇതിന്റെ ബഹിസ്ഫുരണമായിട്ട് എല്ലാവരോടുള്ള പെരുമാറ്റത്തിൽ ഈ നന്മയും സ്നേഹവും ഉണ്ടാവും എന്നുള്ളത് അവർ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ വലിയ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ ഭക്തനാണെന്ന് പറയും, പക്ഷെ അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ല എന്നുള്ള അവസ്ഥയാണ്. ഒട്ടും നല്ലതുപോലെ പെരുമാറാൻ അറിയില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയണത്. സത്യം അറിഞ്ഞൊരാളുണ്ടല്ലോ, എല്ലാം ഒന്നെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ ഭാവം എന്ന് പറയണത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ളൊരവസ്ഥയാവുന്ന. ഉള്ളില് ആ അറിവും സ്നേഹവും നന്മയും സന്തോഷവും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടാവുക എന്ന് പറയും. ദക്ഷൻ ഇത്രയും കാലം അറിവുണ്ട് എന്നുള്ള തോന്നലായിരുന്നു. ദക്ഷൻ ഇത്രയും കാലം കുറിയൊക്കെ തൊട്ട് പൂവൊക്കെ ചൂടി എപ്പോഴും കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി വലിയ ഭക്തനാണെന്ന് പറഞ്ഞ് നടക്കല് മാത്രമായിരുന്നു. ദക്ഷന് ഭക്തി നേരെ ആയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു വെച്ചാൽ ദക്ഷൻ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. ഇത് പറഞ്ഞു കൊടുക്കുകയാണ് വിഷ്ണു ഭഗവാൻ ചെയ്തിട്ടുള്ളത്. ദക്ഷന് കാര്യം മനസ്സിലായി, എല്ലാവർക്കും കാര്യം മനസ്സിലായി. എല്ലാവർക്കും ഇതുപോലെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ അത് മാറി എല്ലാറ്റിലും കുടികൊള്ളുന്ന ഈശ്വരനെ കണ്ട് എല്ലാവരെയും എന്നെ പോലെ തന്നെ കണ്ട് നല്ല രീതിയിൽ പെരുമാറാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെയുള്ള എല്ലാവരും പിരിഞ്ഞത് എന്ന് പറയുന്നു ദക്ഷയാഗം കഥ സമർപ്പിക്കുമ്പോൾ. ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് ഭാഗവതം പറയണത്, ഈ കഥ കേൾക്കുന്നവർക്ക് ഉള്ളില് ഇത്രയും കാലത്തെ കർമ്മഫലം കൊണ്ട് വേണ്ടാത്ത രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ തോന്നിയിട്ടുള്ളൂ വെച്ചാൽ ആ പാപഭാരമൊക്കെ പോയി നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ്. ഈശ്വര സ്മൃതിയാണ് നമ്മളെ നന്നായി മനസ്സിലാക്കാനും മറ്റുള്ളവരെയും നല്ല രീതിയിൽ കാണാനും ഈ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളും അഹങ്കാരവും സ്വാർത്ഥതയും ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാനും നമ്മളെ വഴിയൊരുക്കുന്നത്. അത് ഏതോ ഒരു ഈശ്വരനെ ഭജിക്കുകയല്ല, എല്ലാമായിരിക്കുന്ന ഈശ്വരനെ ഭജിച്ചാലേ ആ ഈശ്വര സ്മൃതി ആ നിലയിലേക്ക് എത്തിക്കുള്ളൂ. പകരം അങ്ങനെ ഒരു ഈശ്വരനെ കാണാൻ നമുക്ക് പറ്റാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ പല വേണ്ടാത്ത ചിന്തകളും ഉണ്ടാവും, പല കുഴപ്പങ്ങളും നമ്മുടെ മനസ്സ് സൃഷ്ടിക്കും, പലരോടും നമ്മൾ മോശമായിട്ട് പെരുമാറും, കുറെ കുഴപ്പത്തിലേക്ക് എത്തിക്കും. ജീവിതം എന്നും തട്ടിയും മുട്ടിയും പോവേണ്ടി വരും. അതല്ലാത്തവർക്ക് സുഖമായി സന്തോഷമായി ശാന്തമായി ജീവിക്കാൻ പറ്റും എന്നുകൂടെ പറഞ്ഞു തരണം. അപ്പൊ നമുക്കും ഇവിടെ ഈ ഒരു സത്രവേദിയിൽ പ്രാർത്ഥിക്കാനുള്ളത് അത് മാത്രമാണ്.
ഭാഗവതത്തിലെ ദക്ഷയാഗം കഥാഭാഗത്ത് അതിലെ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ അനുസ്മരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാവാത്ത രീതിയിലാണ് എന്തെങ്കിലും ചെറിയ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഭാവനയൊക്കെ വെച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരേ ഒരു ഉദ്ദേശം, അതിൽ പറഞ്ഞ ആ ഒരു ആശയം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രം.